റാക്കി 2K26 സ്വാഗത സംഘം കൺവീനറും PTMLPSന്റെ പ്രധാനാധ്യാപകനുമായ ശ്രീ ഹരീഷിനെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 3 ദിവസമായി അരീച്ചോലയുടെ ഉത്സവമായി ആഘോഷമായി നമ്മൾ കൊണ്ടാടുന്ന നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുന്ന സന്ദർഭമാണിത്. അരീച്ചോല പോലെ ഒരു ചെറിയ വിദ്യാലയത്തിന് 3 ദിവസത്തെ ആഘോഷങ്ങൾ നടത്താൻ കഴിയുമോ എന്ന് പലരും, എൻ്റെ സഹ അധ്യാപകരൊക്കെ മേലാറ്റൂർ സബ് ജില്ലയിലെ ഇതിൻ്റെ നോട്ടീസുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ചോദിച്ചിരുന്നു. പക്ഷെ വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം അരീച്ചോലയ്ക്ക് എല്ലാം കഴിയുമെന്ന് പലതവണ തെളിയിച്ചിട്ടുണ്ടെങ്കിലും അരീച്ചോല സ്കൂളിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആഘോഷമാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വെള്ളിയാഴ്ച വൈകുന്നേരം മന്തംകുണ്ട് നിന്ന് ആനക്കയം പഞ്ചായത്തിൻ്റെ അതിർത്തി വരെ വിളംബര ഘോഷയാത്ര അരീച്ചോലയെ ഇളക്കിമറിച്ചുകൊണ്ട് എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി നടത്തിയത്. അതുപോലെ ഇന്നലെ രാവിലെ രക്ഷാകർതൃ സംഗമം, ഉച്ചയ്ക്ക് ശേഷം സ്മൃതിപഥം എന്ന പേരിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി തലമുറ സംഗമം, ഇന്ന് രാവിലെ സമീപ അംഗനവാടികളിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അംഗനവാടി ഫെസ്റ്റ്, കിഡ്സ് ഗാല, അങ്ങനെ ഒട്ടനവധി സെഷനുകൾ ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് നമ്മുടെ വിദ്യാലയത്തിൽ വൻപിച്ച ജനപങ്കാളിത്തത്തോടു കൂടി നടന്നു കഴിഞ്ഞു. വളരെ വലിയൊരു വിദ്യാലയമല്ല നമ്മുടെ വിദ്യാലയം. പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെ 150ഓളം വിദ്യാർത്ഥികൾ മാത്രമുള്ള, 10ൽ താഴെ അധ്യാപകർ മാത്രമുള്ള വളരെ ഒരു ചെറിയ വിദ്യാലയത്തിന് നമ്മുടെ സബ് ജില്ലയിൽ തന്നെ മറ്റു പല വലിയ വിദ്യാലയങ്ങൾക്ക് പോലും നടത്താൻ കഴിയാത്ത രീതിയിലുള്ള വാർഷികാഘോഷങ്ങൾ കഴിഞ്ഞ 25 വർഷമായി നമ്മുടെ വിദ്യാലയത്തിൽ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയ രൂപമാണ് നമ്മൾ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ കണ്ടത്. വളരെയേറെ ചെലവുള്ള ഈ പരിപാടി ഇത്ര ഭംഗിയായി നടത്താൻ സാധിക്കുന്നത് അരീച്ചോലയിലെ എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ്. ഈ അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സുവർണ ജൂബിലി വർഷമായതുകൊണ്ട് വളരെ വിപുലമായി ഈ അധ്യയന വർഷം സുവർണ ജൂബിലി ആഘോഷിക്കണം, ഓരോ പരിപാടികൾ ഏറ്റെടുത്ത് നടത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഈ വിളംബര ജാഥ ജൂൺ മാസം സ്കൂൾ തുറക്കുന്ന ദിവസം പ്രവേശനോത്സവത്തോടു കൂടി വിളംബര ജാഥ ആരംഭിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളായിട്ട് നടത്തണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. അതിനുവേണ്ടി ആലോചനകളും തീരുമാനങ്ങളുമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ പല കാരണങ്ങളാൽ, കാലാവസ്ഥ ഉൾപ്പെടെ പല കാരണങ്ങളാൽ നമുക്ക് ഈ അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ ഇത് നടത്താൻ സാധിച്ചില്ല. വിളംബര ജാഥ നടത്തിയില്ലെങ്കിലും സ്കൂളിൻ്റെ മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ സുവർണ ജൂബിലിയുടെ ഒരു പ്രത്യേക ഓർമ്മപ്പെടുത്തലുകളുമായി വൈവിധ്യമാർന്ന പല പരിപാടികളും നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ വിദ്യാലയം 50 വർഷം പിന്നിടുമ്പോഴും വലിപ്പം കൊണ്ടല്ലെങ്കിലും പ്രവർത്തന മികവ് കൊണ്ടും ബാക്കി എല്ലാം കൊണ്ടും സബ് ജില്ലയിലെ മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായി നിൽക്കുന്നത് പലരുടെയും അല്ല എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ്. എല്ലാവരുടെയും എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും, വിദ്യാർത്ഥികളുടെയും, പൂർവ്വ വിദ്യാർത്ഥികളുടെയും, അധ്യാപകരുടെയും, മാനേജ്മെൻറ്റിൻ്റെയും എല്ലാം കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായാണ് ഈ വിദ്യാലയത്തിൽ ഇത്തരത്തിൽ ആഘോഷ പരിപാടികൾ നടത്താൻ കഴിയുന്നത്. വളരെ വലിയ പണച്ചെലവുള്ള ഒരു പരിപാടിക്ക് ഒരു സ്വാഗത സംഘം രൂപീകരിച്ച സമയത്ത് തന്നെ പറഞ്ഞിരുന്നു അരീച്ചോലയെ സംബന്ധിച്ച് ഇതൊക്കെ നടക്കും. മാത്രമല്ല, ഇതിൻ്റെ സംഘാടക സമിതി രൂപീകരിച്ച സമയത്ത് പലരും സംശയിച്ചു എന്ന് പറഞ്ഞെങ്കിലും കീഴാറ്റൂരിലുള്ള ഒരു അധ്യാപകരും എന്നോട് സംശയം പ്രകടിപ്പിച്ചില്ല. കാരണം കീഴാറ്റൂരിൻ്റെ പവർ ഹൗസ് മുഴുവൻ അരീച്ചോലയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് നടത്താൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന് അവർ പറഞ്ഞിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ തെളിയിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ ഏപ്രിൽ ആദ്യം നടത്താനാണ് നിശ്ചയിച്ചിരുന്നത്. പലതവണ തീയതികൾ മാറ്റേണ്ടി വന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഏറ്റവും ഒടുവിൽ
ഈ 3 ദിവസങ്ങളിലേക്ക് പരിപാടി മാറ്റിവെച്ചപ്പോൾ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള വെറും 4-5 ദിവസങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഈ ആഘോഷ പരിപാടികൾ ഇത്രയും വിപുലമായ രീതിയിൽ നമ്മൾ നടത്തി അതിൻ്റെ എല്ലാ മികവും തെളിയിച്ചുകൊണ്ട് വളരെ വിജയകരമായി ഈ ഒരു അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ ഈ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിച്ചിരുന്നു. സത്യത്തിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ ഇന്നിവിടെ നിൽക്കുന്നത്. അരീച്ചോല പോലൊരു ചെറിയ വിദ്യാലയത്തിനും ഉപജില്ലയിൽ ഒന്നാമതെത്താൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു വർഷമായിരുന്നു 2025-26 വർഷം. മേളകളിലൊക്കെ പങ്കാളിത്തവും ചെറിയ ചെറിയ വിജയങ്ങളുമായി മാത്രം മടങ്ങി വന്നിരുന്ന നമ്മുടെ വിദ്യാലയം ഇത്തവണ ആദ്യം ശാസ്ത്രമേളയിൽ കിരീട നേട്ടവുമായി വന്നപ്പോൾ പലരും സംശയിച്ചു. ഒരു വൺ ടൈം വണ്ടറായി പലരും അതിനെ വ്യാഖ്യാനിച്ചു. പക്ഷേ അതിൻ്റെ പിന്തുടർച്ചയായി കലാമേളയിലും ആ നേട്ടം ആവർത്തിക്കുകയും അരീച്ചോല മാറ്റത്തിൻ്റെ പാതയിലാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയും ചെയ്തു. അതിന് സത്യത്തിൽ വെറും കുറഞ്ഞ അധ്യാപകരുള്ള അവരുടെ ഓരോ അധ്യാപകരും സത്യത്തിൽ 3-4 അധ്യാപകരുടെ പണിയെടുത്തിട്ടാണ് ഇത്രയും നേട്ടങ്ങൾ നമുക്ക് സാധിച്ചു തരുന്നത്. അധ്യാപകർ മാത്രമല്ല, രക്ഷിതാക്കളും പിന്നെ കുട്ടികളുടെ പോരാട്ട വീര്യവും എല്ലാം അതിലുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ രക്ഷിതാക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും എല്ലാവരുടെയും സഹകരണവും ഈ പരിപാടിക്കുണ്ടായിരുന്നു. 4 ദിവസം കൊണ്ട് ഈ പരിപാടിക്ക് വേണ്ട പണം കണ്ടെത്തിയത് ഓരോരുത്തരും 100 രൂപ മുതൽ 200 മുതൽ 500, 1000, 2000 അങ്ങനെ 5000 ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് തന്നുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി വിളംബര ജാഥ നടത്തിയപ്പോൾ 4 സ്ഥലങ്ങളിലാണ് നമുക്ക് സ്വീകരണവും വെള്ളവും ഒക്കെ തന്ന് അരീച്ചോല അവരുടെ അക്ഷരാർത്ഥത്തിൽ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് നമ്മുടെ വിദ്യാലയത്തെ. ആ ഓരോ ക്ലബിനോടും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്വാഗതമാണ് ഇവിടെ പറയേണ്ടത് എങ്കിലും ഒരുപാട് പേരോട് ഈ പരിപാടി വിജയിപ്പിച്ചതിൽ നന്ദി രേഖപ്പെടുത്താനുണ്ട്. ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഈ പരിപാടി ഇത്തരത്തിൽ നടക്കാൻ പ്രധാന കാരണം ചെയർമാനും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാണ്. അവർ 2 പേരും 4-5 ദിവസം ഈ ഏപ്രിൽ മാസത്തെ പൊരുവെയിലത്ത് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ ഉച്ചയ്ക്ക് ചെറിയൊരു സമയം ഗ്യാപ്പ് മാത്രം ഇട്ടുകൊണ്ട് അരീച്ചോലയുടെ അങ്ങേ തലം മുതൽ അരിക്കണ്ടം വാക്ക് വരെ ഞങ്ങളോടൊപ്പം വിദ്യാലയത്തിലെ അധ്യാപകരോടും മറ്റ് ഭാരവാഹികളോടുമൊപ്പം നടന്ന് ഞങ്ങൾക്കൊരു തണലായി ഈ 2 വൻ വൃക്ഷങ്ങൾ മുന്നിലുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ഒരു പരിപാടി ഇത്തരം രീതിയിൽ നമുക്ക് നടത്താൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല, എന്നാലും പറയാതിരിക്കാൻ പറ്റാത്ത കുറച്ച് പേരുകൾ. നമ്മുടെ ട്രഷറർ, സംഘാടക സമിതിയുടെ ട്രഷറർ ശ്രീ അനസ്, അതുപോലെ മുൻ PTA പ്രസിഡൻറ്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ശ്രീ ബഷീർ. നമ്മുടെ ഈ പരിപാടി ഇനി പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഉപജില്ലയിലോ അറിയാൻ ആരും ബാക്കിയില്ല. നേരത്തെ കണ്ട റിപ്പോർട്ട് ഉൾപ്പെടെ എല്ലാ പരിപാടികളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ച് സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ പബ്ലിസിറ്റിയുടെ ചെയർമാനായ ശ്രീ ഷബീർ അലി റിപ്പോർട്ടുണ്ടാക്കിയതും അദ്ദേഹമാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഒരുപാട് പേരുടെ, നേരത്തെ പറഞ്ഞ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഒരുപാട് പേരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റുമായ ശ്രീ വി ഹംസ അവർകളാണ്. ഇനി കൂടുതലൊന്നും അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം അദ്ദേഹം ഈ ഒരു നിലയിലെത്തിയത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടല്ല, നിങ്ങളെല്ലാവരും അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാതെ അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് മഞ്ചേരി മണ്ഡലത്തിൻ്റെ മുൻ MLA ശ്രീ ഉമ്മർ സാഹിബ് അവർകളാണ്. അദ്ദേഹം മുമ്പ് MLA ആയിരുന്ന സമയത്ത് പലതവണ നമ്മുടെ വിദ്യാലയത്തിലേക്ക് പല പരിപാടികൾക്കും എത്തിച്ചേർന്നിട്ടുണ്ട്. 2012 നമ്മുടെ വിദ്യാലയത്തിലേക്ക് ആദ്യമായി
കമ്പ്യൂട്ടർ അനുവദിച്ചത് അദ്ദേഹത്തിൻ്റെ MLA ഫണ്ടിൽ നിന്നായിരുന്നു. പിന്നീട് പ്രീ പ്രൈമറി തുടങ്ങിയ ആ സമയത്തും അതിൻ്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ പല കുറി വിദ്യാലയത്തിൽ എത്തിച്ചേരുകയും വിദ്യാലയത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത അദ്ദേഹം ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, ഈ വാർഡിൻ്റെ പ്രതിനിധി കൂടിയായ ശ്രീ PK മൂസക്കുട്ടി അവർകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലകുറി ഞാൻ ആദ്യവും പറഞ്ഞിരുന്നു, 2 പേരാണ് ഈ പരിപാടിയുടെ വിജയത്തിന് ആധാരം. അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടു കൂടി, കാരണം ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഇങ്ങനെ ഒരു പരിപാടിക്ക് അവരൊക്കെ സാധാരണഗതിയിൽ ഏറ്റവും മുന്നിൽ പേരുണ്ടാവുമെന്നല്ലാതെ പ്രവർത്തിക്കാനുണ്ടാവാറില്ല. ഇത് പേരുള്ള ആൾക്കാരൊന്നും പ്രവർത്തിച്ചില്ല. മുൻനിരയിലുള്ള ഇവരാണ് ഗ്രൗണ്ടിലിറങ്ങി, മറ്റുള്ളവർ പ്രവർത്തിച്ചില്ല എന്നല്ല, ഇവരാണ് അവരെക്കാൾ ഉഷാറായി പ്രവർത്തിച്ച്. അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വിദ്യാലയം ഈ രൂപത്തിലുണ്ടാവുന്നതിന് പ്രധാന കാരണമായ, ഈ വിദ്യാലയത്തിന് സൗജന്യമായി സ്ഥലം വിട്ടുകൊടുത്ത ശ്രീ ബാപ്പു ഹാജി അവർകളെ ഇന്ന് ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും വളരെ സ്നേഹാദരങ്ങളോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ രാധാകൃഷ്ണേട്ടൻ. അദ്ദേഹം ഇന്നലെയും ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ N. മുഹമ്മദ് ആക്ക എല്ലാ വാർഷികാഘോഷ പരിപാടികളിലും നമ്മുടെ സ്ഥിരം ക്ഷണിതാവാണ്. എല്ലാ അവസരങ്ങളിലും ബ്ലോക്ക് മെമ്പറായിരുന്നപ്പോഴും വൈസ് പ്രസിഡൻ്റ് ആയിരുന്നപ്പോഴും എല്ലാം നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തുകയും വിദ്യാലയത്തിലേക്ക് തൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ബ്ലോക്ക് മെമ്പറായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ലഭിക്കുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് പരിമിതികളുണ്ട് ഫണ്ടുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ, എങ്കിലും പരമാവധി ഫണ്ടുകൾ നൽകി നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെയും സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വിദ്യാലയത്തിൻ്റെ മാനേജർ, എൻ്റെ പഴയ ഞാൻ വന്ന സമയത്ത് ഇവിടുത്തെ അധ്യാപിക കൂടിയായിരുന്ന ശ്രീ സക്കീന ബി ടീച്ചറും ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ടീച്ചർ ആദ്യം വരില്ല എന്ന് പറഞ്ഞിരുന്നു. ടീച്ചറും നിർബന്ധിച്ച് ഞാൻ കൊണ്ടുവന്നതാണ്. ഇന്ന് ഈ നോട്ടീസിലുള്ള ഒരാളും ഇവിടെ വേദിയിൽ ഇല്ലാതിരിക്കുന്നില്ല. 100% പേരും എത്തിച്ചേർന്നിട്ടുണ്ട്. ടീച്ചറെയും വളരെ സന്തോഷത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി, ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് അംഗമായ ശ്രീ PK സഫ്വാൻ, കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ മറ്റൊരു അംഗം ശ്രീമതി ഷൈനി അവർകൾ, ആനക്കയം ഗ്രാമപഞ്ചായത്തിലെ അംഗം ശ്രീ മുഹമ്മദ് സാലിഹ്, സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എൻ്റെ ഒപ്പം ചേർന്ന് നിന്ന PTA പ്രസിഡന്റ് ശ്രീ റഷീദ് OP, MTA പ്രസിഡന്റ് ശ്രീ ബുഷ്ര PK, നേരത്തെ പറഞ്ഞ ശ്രീ ബഷീർ, എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗത സംഘത്തിൻ്റെ ട്രഷറർ, നന്ദി പറയുന്ന ശ്രീ അനസ് PKയെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിലും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതുമായ എല്ലാവരെയും, പൂർവ്വ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഇപ്പോഴത്തെ കുട്ടികളെയും നാട്ടുകാരെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വാഗത സംഘം ചെയർമാൻ ശ്രീ V. ഹംസ അവർകളെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. നന്ദി. കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും തച്ചിങ്ങനാടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും അതിലുപരി നമ്മുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സ്വാഗതം സംഘം ചെയർമാനുമായ ബഹുമാന്യ വ്യക്തിത്വം ശ്രീ V. ഹംസ സാഹിബിനെ അധ്യക്ഷപദം അലങ്കരിക്കാൻ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട
ഈ സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ മുൻ MLA അഡ്വക്കേറ്റ് ഉമർ സാഹിബ് അവറുകളെ, കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മൂസക്കുട്ടി സാഹിബ് അവറുകളെ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ T രാധാകൃഷ്ണൻ, കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N മുഹമ്മദ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി, വിപുലമായി നടത്തുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അരീച്ചോല PTM AML സ്കൂളിൻ്റെ സിൽവർ ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ട പോലെ നമ്മുടെ അരീച്ചോല പ്രദേശത്തെ ഇളക്കിമറിച്ചുകൊണ്ടുള്ള ഒരു ഘോഷയാത്രയോടുകൂടി ആരംഭിച്ച് 3 ദിവസങ്ങളിലായി ഇതുവരെ നടന്ന എല്ലാ പരിപാടികളും അതിഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. എല്ലാവരുടെയും സജീവമായ സഹകരണവും സാന്നിധ്യവും നമ്മുടെ ഈ പരിപാടിക്ക് ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പരാമർശിക്കുന്നില്ല. അരീച്ചോല സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 1976 തുടങ്ങി ഇന്ന് നമ്മുടെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികൾ നടക്കുന്ന ഇതുവരെയുള്ള എല്ലാ ചരിത്രങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് ഇവിടെ അവതരിപ്പിച്ചതുകൊണ്ട് അരീച്ചോല സ്കൂളിൻ്റെ മികവിനെ സംബന്ധിച്ചും അരീച്ചോല സ്കൂളിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചും കൂടുതൽ പരാമർശിക്കേണ്ടതില്ല എന്ന് ഞാൻ കരുതുകയാണ്. മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് ഞങ്ങളുടെ പ്രസംഗം കേൾക്കാനല്ല എന്ന് നല്ല ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുകയാണ്. ഈ പരിപാടി ഇവിടെ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടി തുടരും. എല്ലാവരും അത് കഴിയുന്നതുവരെ ഇവിടെ ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയനായ നമ്മുടെ മുൻ MLA അഡ്വക്കേറ്റ് M ഉമർ സാഹിബ് അവറുകളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ജയ് ഹിന്ദ്. മെറാക്കി 2K26ന്റെ പ്രൗഢഗംഭീരമായ ഈ സദസ്സിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കാൻ മഞ്ചേരിയുടെ ജനപ്രിയ നേതാവും നിയമസഭയിലെ നമ്മുടെ നാടിൻ്റെ ശബ്ദവുമായിരുന്ന ബഹുമാന്യനായ മുൻ MLA അഡ്വക്കേറ്റ് M ഉമർ സാഹിബ് അവറുകളെ ഈ ചടങ്ങിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനായ അധ്യക്ഷൻ, സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനും എൻ്റെ പ്രിയ സുഹൃത്തുമായ അംസ സാഹിബ് അവറുകളെ, ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകൻ ഹരീഷ് അവറുകളെ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഈ വാർഡിലെ മെമ്പർ കൂടിയായ മൂസക്കുട്ടി സാഹിബ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ രാധാകൃഷ്ണൻ, N മുഹമ്മദ്, മാനേജർ സെക്കിന ബി, സഫുവാൻ, ഷൈനി, മുഹമ്മദ് സാലിഹ്, റഷീദ്, ബുഷ്ര, ബഷീർ ചോലക്കൽ, അനസ്, വേദിയിലുള്ള ഇതിൻ്റെ സ്ഥാപനത്തിന് ഹേതുവായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥിതി എന്ന് പറയുന്നത്, സ്ഥലമില്ലാതെ പലതും മുടങ്ങുമ്പോൾ സൗജന്യമായി സ്ഥലം നൽകി ഈ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം ഈ സ്കൂളിൻ്റെ അതിൻ്റെ കുതിപ്പും കിതപ്പിനുമൊക്കെ സാക്ഷിയായി ഈ വേദിയിലുള്ള ബഹുമാനായ ബാപ്പുവാജി അവർകൾ, അതുപോലെ തന്നെ
നമ്മെ വിട്ടുപിരിഞ്ഞുപോയ സ്കൂളിന് വേണ്ടി വലിയ പരിശ്രമം നടത്തിയുള്ള ജമാൽ മാസ്റ്ററുടെ സ്മരണ അയവിറക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സ്കൂളിൻ്റെ മാനേജർ കൂടിയായ സക്കീന ടീച്ചർ, മറ്റ് സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, നീണ്ട പ്രസംഗത്തിനിവിടെ തീരെ പ്രസക്തിയില്ല. നിങ്ങളൊക്കെ കാത്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ കലാപരിപാടികൾക്ക് തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള പരിപാടികൾക്ക്, പ്രത്യേകിച്ച് ഒരു സ്കൂളിൻ്റെ സുവർണ ജൂബിലിയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും അനിവാര്യമായ ഒരു ചടങ്ങായതുകൊണ്ടാണ് ഞങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരുന്നത്. എനിക്കിവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഏറെ പ്രിയപ്പെട്ട കുറേ ആളുകളെ കാണാൻ വേണ്ടി കഴിഞ്ഞു. നിങ്ങളുടെ ഒരു ജനപ്രതിനിധി നിലക്ക് കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങളോട് ഇടപഴകി പ്രവർത്തിക്കുവാൻ ധാരാളമായി അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സ്നേഹബന്ധം ഒരിക്കൽ കൂടി പുതുക്കുന്നതിനും ഓർമ്മിക്കുന്നതിനും വേണ്ടിയൊക്കെയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. എനിക്ക് ഇവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ടെലിഫോണിൽ കൂടി എന്നെ ഇടയ്ക്ക് ബന്ധപ്പെടാറുള്ള അബ്ദുസലാം സാഹിബ് ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് കാഴ്ച പരിമിതി ഉണ്ടെങ്കിലും അദ്ദേഹം വിളിക്കുമ്പോൾ ഒക്കെ ഞാൻ പറയട്ടെ, അദ്വാക്ക, ഞാൻ നിങ്ങളെ കാണാൻ വീട്ടിൽ വന്നോളാം. പക്ഷേ അദ്ദേഹത്തെ കാണാൻ വീട്ടിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം ഇന്നിവിടെ ഉണ്ട്, ആരോഗ്യത്തോടു കൂടി. കാഴ്ചയ്ക്ക് ചെറിയ പ്രയാസങ്ങളുണ്ടെങ്കിലും എല്ലാ പ്രധാന പരിപാടികളിലും ഇപ്പോഴും ഒരു ചെറുപ്പക്കാരനെ ഈ നാടിൻ്റെ സുഹൃതങ്ങളായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരുപാട് നന്മകളുള്ള മനുഷ്യർ ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വിദ്യാലയങ്ങളുടെ ആഘോഷ പരിപാടികളും സ്കൂളിൻ്റെ പുരോഗതിയും ഒക്കെ വലിയ രീതിയിൽ സ്വാഗത പ്രസംഗത്തിൽ ഹെഡ്മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ വിജയകരമായി മുന്നോട്ട് നീങ്ങുന്നത്. അരനൂറ്റാണ്ട് കാലം ഈ നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി സാംസ്കാരിക രംഗത്തെ ഈ നാടിൻ്റെ കുതിപ്പിലും കതപ്പിലും ഒപ്പം നിന്നിട്ടുള്ള ഒരു വിദ്യാലയമാണിത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ നിന്ന് ഇതിനകം പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നാടിൻ്റെ നാനാഭാഗങ്ങളിലും വിവിധ മേഖലകളിൽ അവർ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ സ്കൂളിനോടുള്ള നന്ദിയും കടപ്പാടും തീർത്താത്തതായിരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഈ അരനൂറ്റാണ്ട് കാലം നമുക്ക് ഒരുപാട് സംഗതികൾ ഓർക്കുവാനും ഒരുപാട് അഭിമാന മുഹൂർത്തങ്ങൾ നമുക്ക് പങ്കുകൊള്ളുവാനും അതോടൊപ്പം തന്നെ ഇല്ലായ്മയിൽ നിന്ന് ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് വന്നിട്ടുള്ള ഒരു പ്രയാണം, അരനൂറ്റാണ്ട് കാലം ഈ സ്ഥാപനം ഇവിടെ നിലനിന്ന് ഇനി വരുന്ന കാലഘട്ടത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ നോക്കേണ്ടതുണ്ട്. നമ്മളെ പരിമിതികളെ സംബന്ധിച്ചുള്ള ബോധ്യങ്ങൾ, നമ്മുടെ സാധ്യതകളെ സംബന്ധിച്ചിട്ടുള്ള നമുക്കുള്ള ആത്മവിശ്വാസം, ഇതെല്ലാം ഉപയോഗപ്പെടുത്തി ഒരു എയ്ഡഡ് സ്കൂളാകുമ്പോൾ അതിനുണ്ടാകുന്ന പരിമിതികൾ ധാരാളമാണ്. സർക്കാരിൽ നിന്ന് യാതൊരു സഹായവും ലഭിക്കില്ല. ജനപ്രതിനിധികൾക്ക് സഹായം കൊടുക്കാൻ ധാരാളം പരിമിതികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പരിമിതികൾ ഈ അരനൂറ്റാണ്ട് പിന്നിട്ടപ്പോഴും ഈ വിദ്യാലയത്തിനുണ്ട് എങ്കിൽ പോലും വരുന്ന കാലഘട്ടത്തിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സ്കൂൾ ആരംഭിച്ചിരുന്ന 50 വർഷക്കാലം നമുക്കൊന്നും മോഹിക്കാൻ പോലും കഴിയാത്ത ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയൊരു കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഈ വരുന്ന കാലഘട്ടത്തിൻ്റെ പുതിയ വെല്ലുവിളികൾ, പുതിയ അവസരങ്ങൾ, പുതിയ സങ്കേതങ്ങൾ, ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. എയ്ഡഡ് സ്കൂളാണ് അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് സഹായം പരിമിതമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാതെ 50ാം വാർഷികം നമ്മൾ വളരെ സമുചിതമായി ആഘോഷിച്ചതോടൊപ്പം തന്നെ വരുന്ന കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുവാൻ ഈ നാടിന് ഈ വിദ്യാലയത്തോടൊപ്പം ചേർന്നുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള സാധ്യതകൾ ഈ സമ്മേളനം കഴിഞ്ഞ് സ്വാഗത സംഘം പിരിച്ചുവിടാതെ വരുന്ന കാലഘട്ടത്തിലേക്കുള്ള നമുക്ക് നമ്മുടെ സാധ്യതകൾ എങ്ങനെ പ്രയോജനപ്പെടുത്തി ഒരു ചെറിയ വിദ്യാലയത്തിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു എന്നുള്ളത് കൊണ്ട് വർത്തമാന കാലഘട്ടത്തിലെ ഒരു സൗകര്യവും അവർക്ക് നിഷേധിക്കപ്പെട്ടുകൂടാ. അതിനാത്മാർത്ഥമായി നാടിൻ്റെയും നാട്ടുകാരുടെയും
ജനപ്രതിനിധികളുടെയും എല്ലാവരുടെയും സഹായത്തോടു കൂടി നമുക്ക് മുന്നോട്ട് നീങ്ങുവാൻ നമുക്ക് കഴിയണം. 50 വർഷക്കാലത്തെ നമ്മുടെ ഈ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇനി വരുന്നൊരു 50 വർഷക്കാലം എങ്ങനെ ഈ വിദ്യാലയത്തെ ഈ നാടിനെയും മുന്നോട്ട് പോകുവാൻ, ശക്തമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് എങ്ങനെ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകളുണ്ടാകണം. വെറും ആലോചന പോരാ, തീരുമാനങ്ങളുണ്ടാകണം. തീരുമാനമുണ്ടായാൽ പോരാ, അത് നടപ്പിലാക്കുവാനുള്ള ആർജവം നമുക്കുണ്ടായി. അതിന് കെൽപ്പുള്ള നല്ലൊരു ടീം ഇവിടെ ഭാഗ്യവശാലുണ്ട്. ജനപ്രതിനിധികളും മുൻ ജനപ്രതിനിധികളും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ വിദ്യാലയത്തിനെയും ഈ നാടിനെയും സ്നേഹിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഇവിടുത്തെ അധ്യാപകന്മാരോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഈ വർഷങ്ങളിലൊക്കെ തന്നെ നടത്തിയിട്ടുള്ള നേട്ടങ്ങളിലൂടെ വിശേഷിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി കാണാൻ നമ്മളൊക്കെ സാധിക്കുകയുണ്ടായി. അപ്പം നമ്മുടെ കുട്ടികൾ കഴിവിൻ്റെ കാര്യത്തിൽ ഒട്ടും കുറവില്ല മറ്റേതൊരു വിദ്യാലയത്തേക്കാളും. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് കൊണ്ട് അവരൊരിക്കലും പിറകോട്ട് പോകാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്താൻ നമ്മളൊക്കെ ഒന്നായി പരിശ്രമിച്ച് മുന്നോട്ട് നീങ്ങണം. പ്രൈമറി വിദ്യാലയം എന്ന് പറയപ്പെടുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ കാലഘട്ടമാണ്. പ്രൈമറി വിദ്യാലയത്തിൽ നിന്നാണ് ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികാസമുണ്ടാകുന്നത്. ആ കുട്ടികളുടെ കഴിവുകൾ അവിടെ വെച്ചാണ് തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നത്. ഓരോരുത്തർക്കും ഉണ്ടാകുന്ന കഴിവുകൾ, പഠിക്കുവാനുള്ള കഴിവുകൾ, അതുപോലെ തന്നെ കലയിലുള്ള കഴിവുകൾ, കായികമായിട്ടുള്ള കഴിവുകൾ, എവിടെയാണ് നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ കഴിവുകളെ കണ്ടെത്തി അവർക്ക് ആകാശം മുട്ടെ ഉയരുവാനുള്ള അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കുവാൻ, അതിനുള്ള സാധ്യതകൾ ഉണ്ടാക്കി തീർക്കുവാൻ, അതിനെ യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ നമ്മുടെ അധ്യാപകന്മാർക്ക് കഴിയണം. അധ്യാപകന്മാർക്ക് കഴിയണമെങ്കിൽ നമ്മുടെ രക്ഷിതാക്കന്മാരുടെ, നാട്ടുകാരുടെ നിസ്സീമമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. അതുണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വിദ്യാലയത്തിന് വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി ശോഭനമാക്കി തീർക്കുവാനുള്ള സകലവിധ കരുത്തും സൗഭാഗ്യവും ഉണ്ടായിത്തീർന്ന് നമ്മുടെ ഈ വിദ്യാലയം ഇനി ഒരുപാട് ഉയർച്ചയിലുണ്ടാക്കി തീർന്ന് അപ്ഗ്രഡേഷൻ അടക്കമുള്ള തലങ്ങളിലേക്ക് പോകുവാൻ കഴിയട്ടെ എന്നാഗ്രഹിക്കുന്നു. എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് അരനൂറ്റാണ്ട് കാലം പിന്നിട്ട ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ ആഹ്ലാദകരമായ അഭിമാനകരമായ മുഹൂർത്തത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം അറിയിച്ച് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകന്മാരോട് പ്രത്യേകിച്ച് എൻ്റെ നന്ദി പ്രകാശിപ്പിച്ച് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. PTM AMLPSന്റെ സുവർണ ജൂബിലി വേദി മനോഹരമായ ഒരു ആദരത്തിന് ഈ വേദി സാക്ഷ്യം വഹിക്കുകയാണ്. അരീച്ചോല LP സ്കൂളിന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ പന്നിയങ്കര വാപ്പുഹാജിയെ ആദരിക്കുന്നതിനായി നമ്മുടെ മുഖ്യാതിഥി അഡ്വക്കേറ്റ് ഉമർ സാഹിബിനെയും ഏറ്റുവാങ്ങുന്നതിന് വാപ്പുകാക്കയെയും ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ മുഖ്യ സ്വാഗത സംഘം അംഗവുമായ ശ്രീ PK മൂസക്കുട്ടി സാഹിബിനെ ഏറെ സ്നേഹത്തോടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി സാദരം സ്വാഗതം ചെയ്യുന്നു. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കുപരിയായി നമ്മുടെ നാട്ടൊരുമയുടെ മഹാപ്രതീകമായി ഈ മഹാസമ്മേളനം സംഘടിപ്പിച്ച സംഘാടക സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ആദ്യമായി അഭിനന്ദിക്കുന്നു. ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷനും സ്വാഗത സംഘം ചെയർമാനുമായ V. ഹംസ,
നമ്മുടെ ഈ മഹാപരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ഏറെ ആദരണീയനായ 2 ടേമുകളായി നമ്മുടെ നാടിൻ്റെ വികസന കുതിപ്പിൽ നമ്മളോടൊപ്പം പങ്കുചേർന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ കാലഘട്ടത്തിലും നമ്മുടെ നാടിൻ്റെ വികസനത്തിന് മികവ് പകർന്ന ബഹുമാന്യനായ ഉദ്ഘാടകൻ ഉമ്മർ സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികൾ, ബഹുമാന്യരായ കാരണവന്മാർ, അധ്യാപകർ, എല്ലാവരുടെയും പേരിവിടെ പരാമർശിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നാട്ടുകാർ, പ്രിയമുള്ളവരെ, ഏറെ അഭിമാനത്തോടും അതിലേറെ സന്തോഷത്തോടും കൂടിയാണ് നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കിങ്ങനെയൊരു പരിപാടി ബൃഹത്തായി സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു. അപ്പം തന്നെ സ്വാഗത സംഘ യോഗത്തിൽ ഹംസയുൾപ്പെടെയുള്ള ആളുകൾ അധ്യാപകരോട് പറഞ്ഞു, സാമ്പത്തികം നിങ്ങൾ പ്രശ്നമാക്കേണ്ടതില്ല, ബാക്കിയുള്ള സംഘാടനം അത് നിങ്ങൾ മികവുറ്റാലാക്കണം. ആ രൂപത്തിൽ 2-3 ദിവസം നമ്മളൊന്ന് ഇറങ്ങി ചെറുതായിട്ട് ആളുകളെ സമീപിച്ചപ്പോഴേക്ക് നമുക്ക് ആവശ്യമുള്ള പണം സ്വരൂപിക്കാൻ സാധിച്ചു. അത് ഈ നാടിൻ്റെ നന്മയാണ്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം, ജാതിമത ചിന്തകൾക്കപ്പുറം എല്ലാവരും എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അതിനേക്കാൾ ഉപരിയായി നമ്മെ ചേർത്ത് പിടിച്ച് സഹായിച്ചു. സ്കൂളിൻ്റെ ഈ ചരിത്രത്തെക്കുറിച്ചുകൂടെ സൂചിപ്പിച്ചു. ആ സ്കൂളിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ ഗൃഹാതുരത്വം ഉറ്റി നിൽക്കുന്ന ഓർമ്മകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അരനൂറ്റാണ്ട് കാലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 60 വയസ്സ് കഴിഞ്ഞിപ്പോൾ എനിക്ക് 61ലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അരനൂറ്റാണ്ട് കാലം എന്ന് പറഞ്ഞാൽ നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ പ്രദേശം മന്തംകുണ്ട് മുതൽ അരീച്ചോല ഒറ്റ പ്രദേശമാണ്. പറങ്കിവാവിൻ്റെ തോട്ടം മാത്രം, വഴികളില്ല, നടവഴികൾ പോലും ഇല്ലാത്തൊരു കാലഘട്ടം. അരീച്ചോയിലേക്ക് പോയിരുന്നത് ഇവിടെ തൊട്ടപ്പുറത്ത്, എൻ്റെയൊക്കെ വീടിൻ്റെ അപ്പുറത്ത് അങ്ങനെ കാളങ്കാവ് കയറി കാരപ്പാറ അങ്ങനെ പറങ്കിവാവൻ തോട്ടത്തിലൂടെ പോവുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം വിദ്യാഭ്യാസപരമായിട്ട് ആരും മുന്നേറിയിരുന്നില്ലാത്ത കാലഘട്ടം. ബഹുമാന്യനായ ബാപ്പു മാസ്റ്റർ ആയിരുന്നു ഇവിടെയുള്ള ആദ്യ അധ്യാപകൻ. അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ മലപ്പുറത്ത് വരെ അദ്ദേഹം പോയി പഠിച്ചിട്ടുണ്ട്, കാൽനടയായും ഏതോ ബന്ധുവീട്ടിലൊക്കെ നിന്നിട്ടും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹമാണ് ആദ്യം നമ്മുടെ ഈ നാട്ടിലെ ഒരു അധ്യാപകൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വത്തിൽ വളർന്ന 1-2 അറബി അധ്യാപകർ, വള്ളിക്കാടൻ അലവി മുൻഷി, അതുപോലെ തന്നെ ഉളോമ്പൽ അംസയുടെ അപ്പ അബ്ദുള്ള മുൻഷി, അവരൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ കൂടിയായിരുന്നു. അങ്ങനെ 2-3 ആളുകൾ മാത്രം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലൊക്കെ എഴുതാനും വായിക്കാനും അറിയാവുന്നവരുണ്ടായിരുന്നൊരു കാലഘട്ടത്തിലാണ്. പിന്നീട് നമുക്കറിയാം അരീച്ചയിൽ ആദ്യമായിട്ട് 10ാം ക്ലാസ് പാസ്സാകുന്നത്, അതും കഷ്ടിച്ച്. അത് പ്രിയപ്പെട്ട ഹംസയാണെന്ന് എൻ്റെ ഓർമ്മ. ഹംസയാണ് SSLC ആദ്യമായിട്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ അരീച്ചോയിൽ SSLC പാസ്സാകുന്നത്. ഹൈസ്കൂളിലേക്ക് പോകുന്നത് പട്ടിക്കാടും പാണ്ടിക്കാടൊക്കെ ആദ്യമായി പോകാൻ തുടങ്ങുന്നതും ഹംസയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരനൊക്കെ കൂടിയായിരുന്ന അബ്ദുസമദ് എന്നിവൻ സമദാജി, അവരൊക്കെയാണ് ഹൈസ്കൂൾ പാണ്ടിക്കാടും പട്ടിക്കാടിലേക്ക് ആദ്യം പോകുന്നത്. പിന്നീട് ഇങ്ങോട്ട് തുടർന്നു. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെ അത്രമാത്രം വികസനം എത്തിപ്പെട്ടിട്ടില്ലാത്ത ഒരു കാലഘട്ടം. അത് അരനൂറ്റാണ്ട് മുമ്പാണ്, കൂടുതൽ കാലമൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ സമയത്താണ് അദ്വാക്ക പറഞ്ഞത്, അദ്വാക്ക 1975-76 കാലഘട്ടങ്ങളിൽ റബ്ബർ വെട്ട് കഴിഞ്ഞ് മന്തംകുണ്ടങ്ങാടിയിൽ ഒരു കടയിൽ വിശ്രമിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ബാപ്പു ഹാജി, എൻ്റെ വന്യ പിതാവും, അതുപോലെ തന്നെ അരീച്ചോലയില്ല ഉമ്മർ ഹാജി എന്ന് പറയുന്ന പരുത്തിക്കുത്ത് കോയിമ്മർ ഹാജി എന്ന് പറയുന്ന ഉമ്മർ ഹാജിയും 62 പേര് ഒപ്പിട്ട ഒരു കടലാസുമായി അദ്വാക്കാൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അരീച്ചോലൊരു സ്കൂള് വേണം. അപ്പോൾ അദ്വാക്ക അവരോട് പറഞ്ഞു, അത്ര എങ്ങനെ സ്കൂൾ ഉണ്ടാകുക, നമ്മളിങ്ങനെ എഴുത്തു കൊടുത്തിട്ടൊന്നും കാര്യമില്ലല്ലോ, അതെന്തായാലും വേണ്ടില്ല, സ്കൂൾ ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഈ കത്ത് ബാപ്പുഹാജിയും ഉമ്മറാജിയും അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുക്കുകയും അന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന പ്രിയപ്പെട്ടവരുടെ സ്മരിക്കപ്പെട്ട ജമാൽ മുഹമ്മദ് മാസ്റ്റർ, അദ്ദേഹം അന്ന് പട്ടിക്കാടാണ് താമസം. അങ്ങനെ അദ്ദേഹത്തെയും ഹമീദ് മാഷയും പോയി കാണുകയും അങ്ങനെ ഇങ്ങനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അവസാനം അത് CH വിദ്യാഭ്യാസ മന്ത്രി എന്ന കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട KK തങ്ങളാണ് നമ്മുടെ പെരിന്തൽമണ്ണ MLA അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അങ്ങനെ അവരുടെ അശാന്ത പരിശ്രമമായിട്ട് സ്കൂള് പാസ്സാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പം അതിനുവേണ്ടി AEO അന്വേഷണത്തിന് വന്നപ്പോൾ നടക്കാൻ വഴിയില്ല, അങ്ങ് തോട്ടപ്പായിൽ ബസ് ഇറങ്ങിയിട്ട് കുന്നത്തുപാറ വരെ നടപ്പാതയുണ്ട്.
അവിടെ നിന്ന് ഇങ്ങോട്ട് കാട്ടുപാതയിലൂടെയും റോഡും തോടും ഒക്കെ കടന്ന്, തോടും പാലവും ഇല്ലാത്ത ഒരു സമയത്ത്, പാലങ്ങളില്ലാത്ത സമയത്ത് കടന്ന് അരീച്ചോല എത്തി. സ്ഥലങ്ങളൊക്കെ പരിശോധിച്ച് കുഴപ്പമില്ല എന്ന് കണ്ടെത്തി. അങ്ങനെ അവസാനം സ്ഥലം അരീച്ചോല ഭാഗത്ത് കിട്ടാനുള്ള പ്രയാസങ്ങളുണ്ടായി. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ചർച്ചകളുണ്ടായി. ഒരുപാട് ആളുകൾ, അരീച്ചോലയിലുള്ള ഒരുപാട് ആളുകൾ അതിനുവേണ്ടി മെനക്കെട്ടു. അവസാനം സ്ഥലം നൽകാൻ ഈ സൂചിപ്പിച്ചപ്പെട്ടതുപോലെ ബാപ്പുഹാജി തയ്യാറായി. അപ്പോൾ സ്കൂളിന് കെട്ടിടം നിർമ്മിക്കണം. അതിനാരടുത്തും പൈസ ഇല്ലല്ലോ, സ്ഥലം പലരിടത്തും ഉണ്ട്, പൈസ ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അങ്ങനെ അവസാനം ജമാൽ മാഷ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ബഹുമാനപ്പെട്ട OP നാണിയപ്പക്ക എന്ന് പറയുന്ന അദ്ദേഹവും മരണപ്പെട്ടു പോയി. അദ്ദേഹം അന്ന് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഒക്കെ നിലകൊള്ളുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം ഇടക്കെട്ട് കുറച്ചാളുകളുടെ പണ്ടം ജമാൽ മാഷും നാണിയപ്പയൊക്കെ സംഘടിപ്പിച്ച് ബാങ്കിലൊക്കെ പണയം വെച്ച് അങ്ങനെ അത്യാവശ്യം ചെറിയ സംഖ്യ സ്വരൂപിച്ചാണ് സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടക്കം കുറിക്കുന്നത്. കുന്നുമ്മൽ മുഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹത്തെ എനിക്കറിയില്ല, അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. ഓട് കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹമാണ് തന്നെ ഓടാദ്യം കടമായിട്ട് ഇറക്കിക്കൊടുത്തത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചരിത്രം കാരണന്മാർ, അദ്വാക്കടക്കമുള്ള ആളുകൾ പറയാറുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ഈ സ്കൂൾ വളർന്നു വന്നത്. അപ്പോൾ വാസ്തവത്തിൽ അങ്ങനെ ഒരു കുറുക്കന്മാർ ഓരിയിട്ട് നടന്നിരുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ പന്നിയങ്കര എന്നാണ്. അപ്പോൾ പന്നിയങ്കര എന്ന് പറയുന്നതിന് പന്നികൾ കൂട്ടത്തോടുകൂടി തോട് കടന്ന്, കര കടന്ന് രാധാകൃഷ്ണൻ്റെ അപ്പുറത്തുള്ള ചമ്മന്തട്ട ഭാഗത്തേക്ക് പന്നികൾ കൂട്ടത്തോടുകൂടി വെള്ളം കുടിക്കാൻ പോവുകയും അല്ലെങ്കിൽ ഇര തേടി പോവുകയും വൈകുന്നേരം ഇങ്ങോട്ട് കര കടന്ന് തിരിച്ചു വരികയും ചെയ്യുമായിരുന്നു അത്രേ. അങ്ങനെയാണ് പന്നിയങ്കര എന്ന പേരുണ്ടായത് എന്ന് പഴയ കാരണന്മാർ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു പ്രദേശത്ത് ഈ വിദ്യാലയം വന്നു. റോഡില്ലാത്ത ഒരു മൺപാത പോലും അന്ന് അരീച്ചോലയില്ല. അതിനുശേഷമാണ് പിന്നീട് സ്കൂളിന് തന്നെ ഒരുപാട് സ്ഥലം വിട്ടുകൊടുത്ത് നമ്മൾ ഈ റോഡ് അരീച്ചോലയിലേക്ക് ബഹുമാനപ്പെട്ട അപ്പച്ചൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള, അബ്ബാജി ഉൾപ്പെടെയുള്ള, അദ്വാക്ക ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ നേതൃത്വത്തിൽ ഈ റോഡിൻ്റെയൊക്കെ നിർമ്മാണം അന്ന് പൂർത്തിയാക്കുന്നത്. പിന്നീട് അരീച്ചോലയ്ക്ക് ഒരു ഗ്രാമപ്രദേശമാണെങ്കിലും എല്ലാ നാടിനും ഉള്ളതുപോലെ അതിനേക്കാൾ വലിയൊരു വികസനം ഇന്ന് അരീച്ചോല പ്രദേശത്തുണ്ടായി. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച ഈ സ്കൂളാണതിന് പ്രധാനമായിട്ട് വിദ്യാരംഗത്ത് മാത്രമല്ല വിദ്യാേതര രംഗത്തും ഒരു വികസനത്തിൻ്റെ മുഖച്ഛായ മാറ്റി എടുക്കാൻ കാരണമായത് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ഒരുപാട് ആളുകളെ സ്മരിക്കേണ്ടതുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ മരണപ്പെട്ടു പോയ ഉമ്മർ ഹാജി പ്രധാനമായും, അതുപോലെ തന്നെ വള്ളിക്കാടൻ അലവിയാക്ക, വള്ളിക്കാടൻ മുഹമ്മദാക്ക, വള്ളിക്കാടൻ കുഞ്ഞാപ്പാക്ക, ഒരുപാട് ആളുകളുടെ പേര് പറയാറുണ്ട്. പേര് പറഞ്ഞു പോയാൽ വിട്ടുപോകും. നാണിയപ്പാക്ക, സമദാക്ക, അംസവിടെ ഉണ്ട്, അദ്വാക്ക അവിടെ ഉണ്ട്. ജമാൽ മാഷ് നമുക്കറിയാം, നിരന്തരമായി അദ്ദേഹം അന്നിങ്ങോട്ട് വരികയും രാത്രി ഒക്കെ ഈ ഭാഗത്ത് കൂടെ സഞ്ചരിച്ചതിന് വേണ്ടി പണിയെടുക്കുകയും അവസാനം പട്ടിക്കാട്ടേക്ക് തിരിച്ചു പോകാൻ കഴിയാതെ എൻ്റെ വീട്ടിൽ തന്നെ പല തവണ ഞാനൊക്കെ ചെറുപ്പമാകുമ്പോൾ താമസിച്ച് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് പോകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇതിന് കമ്മിറ്റി കൂടാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ തന്നെ. അതുപോലെ ബഹുമാനപ്പെട്ട ബാപ്പു മാസ്റ്റർ ഇദ്ദേഹത്തിൻ്റെ കടലാസ് പണികളുമായൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങളപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി കുട്ടി മുഹമ്മദ് എന്ന് പറയുന്ന എൻ്റെ ഒരു അനന്തരവൻ കൂടിയായ അവനാണ് ഇവിടുത്തെ 1-ാം നമ്പർ. ഫസ്റ്റ് രജിസ്റ്ററിൽ 1-ാമതായിട്ട് ചേർക്കുന്നത് നാണി എന്ന് പറയുന്ന കുട്ടി മുഹമ്മദാണ്. അദ്ദേഹം കോവിഡ് കാലഘട്ടത്തിൽ മരണപ്പെട്ടു. അള്ളാഹു മഹ്ഫറത്ത് നൽകട്ടെ. അപ്പോൾ അതുപോലെ തന്നെ ശിശരീനായ ജമാൽ മുഹമ്മദ് മാസ്റ്റർ എൻ്റെ രാഷ്ട്രീയ ഗുരുവാണ്. എല്ലാ നിലക്കും എൻ്റെ ഞങ്ങളുടെയൊക്കെ മാതൃകാ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെയും പാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി മെനക്കെട്ടിട്ടുണ്ട്. പലരും മരണപ്പെട്ടു പോയി, പലരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. അതുപോലെ ഇപ്പോഴും ഇതിന് മുഖ്യ കാരണക്കാരനായ ബാപ്പുഹാജി ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടാകണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈ വിദ്യാലയം എല്ലാ നിലക്കും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നല്ല മികവ് പുലർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടക്കാലത്ത് വിദ്യാലയം ഒന്ന് അവതാളത്തിലായി, അല്ലെങ്കിൽ വേണ്ട നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒത്തു ഉയരാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്ന് ഞാൻ മറച്ചു വെക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ചടുലമായ പ്രവർത്തനത്തിലൂടെ പരിമിതമായ സൗകര്യങ്ങളും പരിമിതമായ അധ്യാപകരുമാണെങ്കിലും നല്ല നിലയ്ക്ക് എല്ലാ രംഗത്തും, പാഠ്യരംഗത്തും പാഠ്യേതര രംഗത്തും ഒക്കെ തന്നെ ജില്ലയിൽ തന്നെ മികവ് പുലർത്തുന്നുണ്ട്. 800 കുട്ടികളും 1000 കുട്ടികളും 2000 കുട്ടികളുമൊക്കെ ഉള്ള സ്കൂളിൽ നിന്ന് 1-2 കുട്ടികൾ മെഡൽ വാങ്ങി വരുന്നത് പോലെയല്ല 100-120 കുട്ടികൾ മാത്രമുള്ള ഒരു വിദ്യാലയത്തിൽ നിന്ന് ജില്ലാ രംഗത്തേക്ക് പോയിട്ട് അവിടുന്ന് പാഠ്യരംഗത്തും പാഠ്യേതര രംഗത്തും മെഡലുകളുമായി വരിക എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമാണ്. അതാണ് ഈ സ്കൂളിൻ്റെ സ്ഥിതി. കുറഞ്ഞ കുട്ടികളാണ്, അതിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി മെനക്കെട്ട കഴിഞ്ഞ കാലത്തെ PTA കമ്മിറ്റികൾ, അധ്യാപകർ, അനധ്യാപകർ, നാട്ടുകാർ, രക്ഷിതാക്കൾ, അവരെ പ്രോത്സാഹിപ്പിച്ചവർ,
എല്ലാവരുമുണ്ട്. അപ്പോൾ ആ നല്ല നിലയ്ക്ക് എല്ലാ നിലക്കും ഉയർന്ന ഒരു വിദ്യാലയമായിട്ട് മാറിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഉമ്മർ സാഹിബ് പറഞ്ഞ പോലെ പ്രതീക്ഷകളുണ്ട്, പക്ഷേ പരിമിതികളുണ്ട്. ഒരു എയ്ഡഡ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വരുമാനം എന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും ഉണ്ടാകുന്നൊരു പോസ്റ്റാണ്. അതൊരു എത്ര 30 20 എത്ര ലക്ഷം നമ്മൾ വാങ്ങിയാലും ഒരു കെട്ടിടത്തിൻ്റെ ഒരു റൂം പോലും ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ആ നിലക്ക് പരിമിതമായ സൗകര്യങ്ങളാണുള്ളത്. എങ്കിലും ഇപ്പോഴുള്ള മാനേജ്മെൻറ്റ് ഒരുപാട് സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭാവിയിൽ ഒരു കെട്ടിടമൊക്കെ ഉണ്ടാക്കി കൂടുതൽ ഡിവിഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പരിശ്രമിച്ചാലായിരിക്കും നമുക്ക് സ്കൂൾ ഉയർത്താൻ സാധിക്കുക. അതിനൊക്കെ ഭാവിയിലുള്ള തലമുറകൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇത്ര ഗംഭീരമാക്കിയത് നാട്ടുകാരാണ്, നാട്ടുകാരുടെ സഹകരണമാണ്. ഇവിടെ പറഞ്ഞതുപോലെ കമ്മിറ്റി അംഗങ്ങൾക്കൊന്നും വലിയ അധ്വാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 2-3 ദിവസം നിങ്ങളുടെ കൂടെ കലക്ഷന് വേണ്ടി വന്നു എന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് പ്രത്യേകമായ അധ്വാനമൊന്നും ഇതിനുണ്ടായിട്ടില്ല. നിങ്ങൾ തന്നെയാണ് ഈ കുട്ടികളെ പരിശീലിപ്പിച്ചതും മെനക്കെട്ടതും. ആഴ്ചകളോളം ഈ കുട്ടികളെ ഈ രൂപത്തിലാക്കി ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ മെനക്കെട്ടത് അധ്യാപകരും രക്ഷിതാക്കളുമൊക്കെ തന്നെയാണ്. അപ്പോൾ അവരെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് വീണ്ടും നല്ല നിലക്ക് ഈ വിദ്യാലയം ഉയർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 50-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ നമുക്ക് ആയുസ്സുണ്ടായി, കാണാൻ ഭാഗ്യമുണ്ടായി. ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവാന്മാർ ഇപ്പോൾ 10-60 70 വയസ്സിന് മുകളിലുള്ള 50 വയസ്സൊക്കെ മുകളിലുള്ള ആളുകളാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം കാലചക്രത്തിൽ ഒരു ഭാഗം മാഞ്ഞു പോകുന്നതും മറുഭാഗം വരുന്നതും തിരിച്ചു വരും നമുക്ക് കാണാൻ സാധിച്ചു. പഴയൊരു കാലഘട്ടം മാഞ്ഞുപോയി, പുതിയൊരു കാലഘട്ടം തിരിച്ചു വരുന്നു. അപ്പോൾ ആ രൂപത്തിൽ 2 കാലഘട്ടം, ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും ഒരു കാലഘട്ടം കടന്ന് ഒരു സമൃദ്ധിയുടെ കാലഘട്ടം കാണാൻ കഴിഞ്ഞവരാണ് നമ്മൾ. പുതിയ കുട്ടികൾക്ക് സമൃദ്ധി മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്താണെങ്കിലും ഇപ്പോൾ 10-30 വയസ്സുള്ള അതിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ആയുസ് പടച്ച തമ്പുരാൻ നൽകുകയാണെങ്കിൽ ഇതിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കുവാനുള്ള അവസരമുണ്ടാകും. ഗംഭീരമായി അങ്ങനെയുള്ളൊരു അവസരം ഭാവി തലമുറക്ക് ഉണ്ടാകുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിനും സഹായത്തിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. നമ്മുടെ നാട്ടുകാരനും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മുടെ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധിയുമായ പ്രിയപ്പെട്ട ശ്രീ രാധാകൃഷ്ണനെ ഏറെ അഭിമാനത്തോടെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഹംസ സാഹിബ്, നമ്മുടെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ മുൻ MLA അഡ്വക്കേറ്റ് M ഉമ്മർ സാഹിബ്, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മുസക്കുട്ടി, അബ്ദുവാക്ക, അതുപോലെ നമുക്ക് ഈ സ്കൂളിന് ആവശ്യമായ സ്ഥലം സൗജന്യമായി നൽകിയ ബാപ്പു ഹാജി, നമ്മുടെ ഹെഡ് മാസ്റ്റർ മുഹമ്മദ്, സഫ്വാൻ, ഷൈനി, സ്വാലിം അടക്കമുള്ള പഞ്ചായത്ത് മെമ്പർമാർ, മറ്റ് നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാം കുട്ടികളുടെ പരിപാടി കാണാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കൂടുതൽ പ്രസംഗിക്കുന്നില്ല. ഏതായാലും റിപ്പോർട്ടിൽ നമ്മൾ കണ്ടു, പാഠ്യവിഷയങ്ങളും പാഠ്യേതര വിഷയങ്ങളിലും സബ് ജില്ലയിൽ തന്നെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ വിദ്യാലയം, അതിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന അധ്യാപകരും, ഏതായാലും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അത് കൂടുതൽ മികവുറ്റതായി മാറാൻ ഈ വിദ്യാലയത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ അതിലേറെ സന്തോഷകരമായ ഒരു ചടങ്ങ് ഇവിടെ നടത്തപ്പെടുകയുണ്ടായി. 1976 ജമാൽ മാഷും അദ്വാക്കയൊക്കെ കൂടി ഇവിടെ ഒരു സ്കൂളിന് സ്ഥലം ആവശ്യമായി വന്നപ്പോൾ അത് സൗജന്യമായി നൽകാൻ തയ്യാറായ ബാപ്പു ഹാജിയെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം, ജയൻ. ജനപ്രതിനിധികൾക്ക് മാതൃകയാക്കാവുന്ന വ്യക്തിത്വം കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ N മുഹമ്മദിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ
കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിന് മുൻ പ്രസിഡന്റ് വി ഹംസ സാഹിബ്, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത മുൻ MLA അഡ്വക്കേറ്റ് M. ഉമ്മർ സാഹിബ്, കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഗത്ഭനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് മൂസക്കുട്ടി സാഹിബ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, മറ്റ് കാരണവന്മാർ, പ്രിയപ്പെട്ട HM, അതുപോലെ ഈ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇവിടെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് അരീച്ചോല എന്ന് പറയുന്ന കുഗ്രാമത്തിൽ ഇതുപോലെയുള്ള ഒരു വിദ്യാലയം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്ത് ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരാണ്. ഇവിടുത്തെ ജനങ്ങൾ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ നമുക്ക് ഒരു 50-ാം വാർഷികം ആഘോഷിക്കാൻ സാധിച്ചത്. ഈ നമ്മുടെ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കുന്നില്ല. 2010 മുതൽ എല്ലാ വാർഷിക പരിപാടികളും സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ഈ സ്കൂളിൻ്റെ വളരെ നല്ല രീതിയിലുള്ള പുരോഗതിയിൽ എല്ലാ കാലത്തും ഒരു കാഴ്ചക്കാരനായിക്കൊണ്ട് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ സ്കൂളിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ പ്രധാനമായും നമുക്ക് പറയുവാനുള്ളത് ഈ സ്കൂളിന് സ്ഥലം നൽകിയ നമ്മൾ വാപ്പുക്കാക്കാനെ പറ്റി തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒരു അംഗനവാടി ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കിണർ ഉണ്ടാക്കണമെങ്കിലൊക്കെ ഞങ്ങളൊക്കെ പോലെയുള്ള ജനപ്രതികൾ ജനങ്ങളോട് ചോദിക്കുമ്പോൾ ഒരു 3 സെൻറ്റ് സ്ഥലം പോലും അല്ലെങ്കിൽ 1 സെൻറ്റ് സ്ഥലം പോലും കിട്ടാൻ വളരെ പ്രയാസപ്പെട്ട് ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അന്നത്തെ കാലത്ത് ഈ സ്കൂളിന് വേണ്ടി സ്ഥലം നൽകിയ ഈ വാപ്പുക്കാക്കാനെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അദ്ദേഹം ഇത് മാത്രമല്ല, എനിക്കറിയാം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഈ ഇവിടെയുള്ള ജനങ്ങൾക്ക് കുടിവെള്ളക്ഷാമം വന്ന സമയത്ത് ഒരു കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി തൻ്റെ സ്ഥലം കിണർ കുഴിക്കുന്നതിനും അതുപോലെ ആ ടാങ്ക് വെക്കുന്നതിനുമായി സൗജന്യമായി നൽകിയൊരു വ്യക്തി കൂടിയാണ്. അതുകൂടി ഞാൻ അവസരത്തിൽ പറയുകയാണ്. അങ്ങനെ ഓരോ കാര്യത്തിലും തൻ്റേതായ കാര്യങ്ങളിൽ ഒന്നും നോക്കാതെ, പ്രതിഫലമൊന്നും നോക്കാതെ ഈ നാടിന് വേണ്ടി സംഭാവന ചെയ്ത വാപ്പുക്കാക്ക ദീർഘകാലം അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ സ്കൂള് ഇനിയും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കണമെന്നും, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇവിടെ നേരത്തെ പ്രതിപാദിച്ചു, നമ്മുടെ സ്വാഗത സംഘം ചെയർമാനും കൺവീനറും അതൊക്കെ തന്നെയാണെങ്കിലും ഇവിടെ ഈ സ്കൂളിൻ്റെ അഭിവൃദ്ധിക്ക് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഇപ്പോഴത്തെ HM, അദ്ദേഹത്തെ കൂടുതൽ കാലങ്ങളായി ഞാൻ നേരിട്ടറിയുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും സ്കൂളിൻ്റെ ഈ അഭിവൃദ്ധിക്ക് വേണ്ടി സാധാരണ സ്കൂളിൽ പഞ്ചായത്ത് തലത്തിൽ PEC കമ്മിറ്റി ഉണ്ട്. ഈ PEC കമ്മിറ്റിയിൽ എയ്ഡഡ് മേഖലയിലേക്ക് ഒന്നും തന്നെ നമുക്ക് നൽകാൻ കഴിയില്ല, പഞ്ചായത്തൊന്നും. പക്ഷേ അവിടെ വരുമ്പോൾ എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ കമ്മിറ്റിയിൽ വീറോടെ വാദിക്കുകയും അത് കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ സ്കൂളിന് വേണ്ടി കൊണ്ടുവരുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ഹെഡ് മാസ്റ്ററാണ് നമുക്കുള്ളത്. അദ്ദേഹം ഇനിയും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. ഭാവിയിൽ ഈ സ്കൂളിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. PTM AMLPSന്റെ പൂർവ്വ വിദ്യാർത്ഥിയും മെറാക്കി 2K26ന്റെ മുഖ്യ സംഘാടകരിൽ ഒരാളും കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ PK സഫ്വാനെ ഏറെ സ്നേഹത്തോടെ ആശംസകൾ അർപ്പിക്കാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ വർണ്ണാഭമായ അരീച്ചോല PTM ALP സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, ബഹുമാനനായ ഈ പരിപാടിയുടെ സ്വാഗത സംഘ ചെയർമാൻ കൂടിയായിട്ടുള്ള വി ഹംസ സാഹിബ് അവറുകൾ, ഇവിടെ മുഖ്യപ്രഭാഷണം നിർവഹിച്ച കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഗത്ഭനായ പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട PK മൂസക്കുട്ടി സാഹിബ്, ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഹരീഷ് മാസ്റ്റർ അടക്കമുള്ള വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു സുദീർഘമായ ആശംസാ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഇവിടെ പ്രിയപ്പെട്ട രാധാകൃഷ്ണേട്ടൻ സംസാരിക്കുന്നിടയിൽ മൈക്ക് പണി മുടക്കിയത് ഒരു പ്രതിഷേധമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ പരിപാടി എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ വീക്ഷിക്കുന്നതിനുള്ള ഒരവസരം നൽകണമെന്നാണ് ഇതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും ഈ സ്കൂളിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ പ്രധാനമായിട്ടും 2 രീതിയിലാണ് ഞാൻ വ്യക്തിപരമായിട്ട് ഈ സദസ്സിനെ കാണുന്നത്. അതിലൊന്ന്,
നമുക്കറിയാം ഈ വേദിയിൽ നമ്മുടെ ഹരീഷ് മാസ്റ്റർ ഇരിക്കുന്നുണ്ട്, എൻ്റെ ഗുരുനാഥനാണ്. ഈ വിദ്യാലയത്തിൽ നിന്നും എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ. ആ നിലയിൽ മാഷിന് ചിലപ്പോൾ എന്നെക്കുറിച്ച് അഭിമാനിക്കാനുണ്ടാവില്ല, പക്ഷേ മാഷും എൻ്റെ പ്രിയപ്പെട്ട നേതാക്കളൊക്കെ ഇരിക്കുന്ന ഈ സദസ്സിൽ എഴുന്നേറ്റ് നിന്ന് നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ കിട്ടിയ ഒരു അവസരം ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അസുലഭ മുഹൂർത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ ഒരു നിമിത്തമെന്നോളം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ ഒരു സ്കൂളിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വാർഷികത്തിൽ ഒരു ജനപ്രതിനിധിയായിട്ടും പൂർവ്വ വിദ്യാർത്ഥിയായിട്ടും നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ കിട്ടിയ ഒരു ചാരിതാർത്ഥ്യത്തോടും അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ പരിപാടിയെ ഞാൻ വ്യക്തിപരമായി നോക്കിക്കാണുന്നത്. എന്തായാലും ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ ഉദ്ഘാടന ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. 50 സംവത്സരങ്ങൾക്കിപ്പുറം നമ്മുടെ സ്കൂൾ പുരോഗമിച്ചിരിക്കുമ്പോൾ 2025 ശേഷം ശാസ്ത്രം ഈ ജനറേഷനെ വിളിക്കുന്നൊരു പേര് ബീറ്റ കാലഘട്ടം എന്ന് പറയുന്നതാണ്. ഒരു 60 സെക്കൻഡ് റീൽസ് പോലും നമുക്ക് മുഴുവനായിട്ട് വീക്ഷിക്കാൻ സമയം നമ്മുടെ മനസ്സനുവദിക്കാത്ത ഒരു കാലത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമെന്ന് പറയുന്നത് കുട്ടികളിൽ, ഇപ്പോൾ ജനിക്കുന്ന കുട്ടികൾ വളരെ വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ഒരു അവരുടെ മനസ്സ്, അവരുടെ ബ്രെയിൻ അതിനെ പാകപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളൊക്കെ ജെൻസി കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവരാണ്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, കാരണവന്മാർ, അവരൊക്കെ ഒരു ജനറേഷൻ എക്സിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് 50 സംവത്സരങ്ങൾക്കിപ്പുറം നമ്മുടെ ഈ സ്കൂള് നിലകൊള്ളുമ്പോൾ ഈ കാലത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ സ്കൂളിനെ വാർത്തെടുക്കാൻ നമ്മളൊക്കെ അതിന് പ്രതിജ്ഞാബദ്ധരാണ്. അതിവിടുത്തെ അധ്യാപകരെ കൊണ്ട് മാത്രം സാധിക്കുന്നതല്ല. അവരുടെ കൂടെ ഇതിൻ്റെ ബാക്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് പ്രവർത്തിക്കണം. മാനേജ്മെൻറ്റിന് ബാക്കിൽ നമ്മൾ ഇവിടുത്തെ രക്ഷിതാക്കൾ പ്രവർത്തിക്കണം. അതിൻ്റെ പിറകിൽ നമ്മൾ നാട്ടുകാരൊക്കെ പ്രവർത്തിക്കണം. 50 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂൾ ഇവിടെ സാധ്യമാക്കിയത് നമുക്കൊക്കെ പഠിക്കാൻ സൗകര്യം വളരെ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 1700 വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ നിന്നും ഈ കാലയളവിൽ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടേതായ നൈപുണ്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് വിജയം കൈവരിച്ചവരാണ് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു സംവിധാനം നമ്മുടെ സ്കൂളിന് സാധ്യമാക്കണം. അതിന് ഈ 50 വർഷം പിന്നിടുമ്പോൾ നമ്മളൊക്കെ ഇനി മുന്നോട്ടുള്ള നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാവണം. ഞാനും നിങ്ങളും അതിന് തയ്യാറാവണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നമ്മുടെ സ്കൂളിനും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആശംസാ പ്രസംഗം നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് 21-ാം വാർഡ് ജനപ്രതിനിധി ശ്രീമതി ഷൈനിയെ സ്നേഹത്തോടെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, നാട്ടുകാരെ, എൻ്റെ പ്രിയ കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ അരീച്ചോല സ്കൂളിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് പ്രസംഗത്തിനൊന്നും പ്രശസ്തി ഇല്ല എന്നറിയാം, കാരണം ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് കുട്ടികളുടെ പരിപാടിയുണ്ട്. എന്തായാലും ഇതുവരെ ഈ 2-3 ദിവസം നടത്തിയ പരിപാടികൾ എന്തായാലും ഗംഭീരമായി. ഇതിനി വരാനുള്ള പരിപാടി നന്നാവട്ടെ. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ആനക്കയം ഗ്രാമപഞ്ചായത്ത് കിടങ്ങയം 9-ാം വാർഡ് ജനപ്രതിനിധി ശ്രീ മുഹമ്മദ് സ്വാലിഹിനെ ആശംസകൾ അർപ്പിക്കുന്നതിനായി സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹാവ്യക്തിത്വങ്ങളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, PTM സ്കൂളിൻ്റെ സിൽവർ ജൂബിലി ആഘോഷത്തിലാണ് നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെയധികം സന്തോഷം ഈ പങ്കെടുക്കാൻ സാധിച്ചതിൽ. ഈ പരിപാടി വെറും ഒരു സിൽവർ ജൂബിലി ആഘോഷമല്ല. നമ്മുടെ ഉദ്ഘാടന പ്രസംഗം ചെയ്ത ഉമർ സാഹിബ് പറഞ്ഞ പോലെ ഓരോ വിദ്യാർത്ഥിയുടെയും പ്രാഥമിക വിദ്യാഭ്യാസം, അത് നമ്മളൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു
മനുഷ്യൻ അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ഘട്ടത്തിൽ അവർ എങ്ങനെ ഭാവിയിൽ എന്തായി തീരണം എന്നുള്ള ഒരു കാലഘട്ടമാണ് ഇവിടെ. നമുക്ക് ഉമർ സാഹിബ് പറഞ്ഞ പോലെ ഓരോ വിദ്യാർത്ഥിക്കും അവരുടേതായ കഴിവുകളുണ്ടാവും. പലർക്കും പഠിത്തത്തിലാവാം, അല്ലെങ്കിൽ മറ്റു പല ആക്ടിവിറ്റീസിലാവാം അവർക്കുള്ള കഴിവുകൾ. ആ കഴിവുകൾ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കാൻ അവർ ഒരുക്കുന്ന ഒരു അവസരമാണ് ഈ ആഘോഷ പരിപാടി. അത് നമുക്ക് ഓരോരുത്തരുടെയും കഴിവുകൾ വ്യക്തിപരമായും തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് നാട്ടുകാർക്കും രക്ഷിതാക്കൾക്കും അതുപോലെ അധ്യാപകർക്കും എല്ലാവർക്കും സാധിക്കട്ടെ. ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്ന ഈ നമ്മുടെ കൊച്ചു മക്കൾക്കും ഈ പരിപാടി സംഘടിപ്പിച്ച മാനേജ്മെൻറ്റ്, PTA, നാട്ടുകാർ മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. PTM AMLPSന്റെ PTA പ്രസിഡന്റ് ശ്രീ OP റഷീദിനെ ആശംസകൾ അർപ്പിക്കുന്നതിനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഹംസ സാഹിബ്, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മൂസക്കുട്ടി സാഹിബ്, നമ്മുടെ കാരണവരും ബഹുമാന്യ വ്യക്തിത്വവുമായ വാപ്പുകാക്ക, അതുപോലെ രാധാകൃഷ്ണ സാർ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള രക്ഷിതാക്കളെ, മറ്റു സുഹൃത്തുക്കളെ, നമുക്കറിയാം നമ്മുടെ ഈ സ്കൂളിൻ്റെ ചരിത്രം ഇവിടെ വളരെ 3 ദിവസത്തോളമായി നമ്മൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മൃഗങ്ങൾ മാത്രം നടന്നു പോയിരുന്ന ഒരു വഴിയോരത്ത് നമുക്ക് ഇതുപോലൊരു 50 വർഷം മുമ്പ് വന്ന ഈ സ്കൂള് നമ്മുടെ അഭിമാനമായി നിലനിൽക്കുകയാണ്. നമ്മൾ ഈ സിൽവർ ജൂബിലി ആഘോഷിക്കുമ്പോൾ നമുക്ക് വളരെ ഈ ചർച്ചകൾ വന്നപ്പോൾ ഏത് നിലക്ക് ഇത് മുന്നോട്ട് പോകുമെന്ന് നമ്മൾ വളരെ പ്രയാസപ്പെട്ടിരുന്നു. അതെല്ലാം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായ ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കൾ, കാലാവസ്ഥ എല്ലാവർക്കും അറിയാം. പിന്നെ വളരെ ചൂടാണ്, വളരെ പ്രയാസപ്പെട്ടാണ് ഓരോ കുട്ടികളും ആ സ്റ്റേജിലും എല്ലാം ഇരിക്കുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇതൊക്കെ നമ്മുടെ സ്ഥാപനം എന്ന നിലക്ക് അതിനെ വിജയിപ്പിക്കുക എന്നുള്ള നിലക്കാണ് നമ്മൾ ഓരോരുത്തരും ഈ പരിപാടിയുമായി ഇത്രയും കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ട് നമ്മൾ ഇതിൻ്റെ പല മേഖലകളിലായിട്ട് നമ്മൾ ഇതിൻ്റെ പിന്നിലാണ്. ഇത് വളരെ വിജയമായി ഇവിടെ അവസാനിപ്പിക്കാൻ പോകുകയാണല്ലോ. എന്നിരുന്നാലും നമുക്കറിയാം, നമ്മൾ തുടർന്ന് നമ്മളെ രക്ഷിതാക്കൾ, നമ്മൾ നാട്ടുകാർ എന്ന നിലക്ക് സ്കൂളുമായിട്ട് നമ്മളെ എല്ലാ സഹകരണങ്ങളും ഉണ്ടാവണം. അതുപോലെ നമുക്കറിയാം നമ്മുടെ അധ്യാപകന്മാർ, ഹരീഷ് മാഷ്, സഫ്ന ടീച്ചർ, മറ്റു അധ്യാപകന്മാർ, ഇവിടെ നമ്മൾ വളരെ വിശദമായ ഒരു റിപ്പോർട്ട് കാണുകയുണ്ടായി. നമ്മുടെ കുട്ടികൾ പിന്നെ കലോത്സവങ്ങളിലും മറ്റുമായിട്ട് നേടിയ അഭിമാനകരമായ ട്രോഫികളും നേട്ടങ്ങളും അവരുടെ രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ അവരോടൊപ്പം നമ്മുടെ ടീച്ചർമാരുടെയും കഠിനമായ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് അത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈ സ്കൂളിനെ നമ്മൾ തുടർന്നും നമ്മൾ കൈമറിഞ്ഞ് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഈ പരിപാടിക്കെല്ലാം സഹകരിച്ച് വളരെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും വളരെ ബുദ്ധിമുട്ടിയാണ് നിങ്ങളെല്ലാവരും ഇതുമായി സഹകരിക്കുന്നതെങ്കിലും ഈ കാലാവസ്ഥയുമായി എല്ലാവർക്കും, പൂർവ്വ വിദ്യാർത്ഥികൾക്ക്, അതുമായി രക്ഷിതാക്കൾക്ക്, അതുപോലെ നമ്മുടെ പല സെക്ഷനുകളായിട്ട് ഇവിടെ പല പരിപാടികളും നടന്നു. നമ്മുടെ അതിഥികളായിട്ട് പല ആളുകളും ഇവിടെ വന്ന് നമ്മളോട് സഹകരിച്ചു. അവർക്കെല്ലാവർക്കും PTA കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസയും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറും മുൻ PTA പ്രസിഡന്റുമായ ശ്രീ ബഷീർ ചോലക്കലിനെ മെറാക്കി 2K26 ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരും ആകാംക്ഷയോടെ ശ്രീ സഫ്ന ടീച്ചറുടെ അനൗൺസ്മെൻറ്റാണ് ശ്രദ്ധിക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. എപ്പോഴാണ് ഇതിൻ്റെ നന്ദി പറയാൻ ആളെ വിളിക്കുന്നത് എന്നാണ് എല്ലാവരും ശ്രമിക്കുന്നുണ്ടാവുക. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഈ അരീച്ചോല സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, ജയ് ഹിന്ദ്.
1976-കളിൽ നമ്മുടെ വിദ്യാലയ സ്ഥാപനത്തിൽ പങ്കെടുത്ത വിദ്യാലയ ചരിത്രമറിയുന്ന മുൻ PTA പ്രസിഡന്റുമായ ശ്രീ PM അബ്ദുൾ റസാഖ് എന്ന നമ്മുടെ അബ്ദുഖാക്കെ ബഹുമാനത്തോടെ ആശംസകൾ അർപ്പിക്കുന്നതിന് ക്ഷണിക്കുന്നു. ഈ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സ്കൂളിനും അതിൻ്റെ അധ്യാപകർക്കും PTA അംഗങ്ങൾക്കും സ്വാഗത സംഘം അംഗങ്ങൾക്കും സദസ്സിൽ സന്നിഹിതരായ എല്ലാ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വളരെയേറെ സന്തോഷത്തോടു കൂടി ഞാൻ എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ആത്മാവ് തൊട്ട 50 ആണ്ടുകളുടെ കഥ പറയുന്ന മെറാക്കി 2K26 എന്ന നാമകരണം ചെയ്ത നെഷ്വാൻ ചെറുകോട് ഇന്ന് 5000-ഓളം പേരെഴുതിയ CIC പരീക്ഷയിൽ ഇന്ന് വന്ന റിസൾട്ടിൽ 1ാം റാങ്ക് നേടിയ നെഷ്വാൻ ചെറുകോട് ഈ സുവർണ ജൂബിലി ആഘോഷത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു. അരീച്ചോലയുടെ മണ്ണും അതിൻ്റെ വിണ്ണും ആഘോഷമുഖരിതമായി കൊണ്ടിരിക്കുന്ന അരീച്ചോല PTMLP സ്കൂളിൻ്റെ സുവർണ ജൂബിലിയുടെ ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് സമക്ഷം സമാഗതനായതിലേറെ സന്തോഷമുണ്ട്. അരപതിറ്റാണ്ടുകൾ നമ്മുടെ സ്കൂൾ സ്ഥാപിതമായിട്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ അരപതിറ്റാണ്ടുകളോളം നമ്മുടെ സ്കൂള് ഇവിടെ ഈ ഒരു കുഗ്രാമത്തിന് സമ്മാനിച്ച സാംസ്കാരികവും സാമൂഹികവുമായ സംഭാവനകൾ നിസ്തുല്യമായ വാക്കുകൾക്ക് അതീതമാണെന്ന് ഇവിടെ ആദ്യമായി പറയുകയാണ്. ഇത്തരുണത്തിൽ എൻ്റെ മനസ്സിലേക്ക് ആദ്യമായി ഓർമ്മ വരുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു പ്രശസ്ത ആപ്തവാക്യമാണ്. ദ വെൽത്ത് ഓഫ് നാഷൻ നോട്ട് ഇൻ ഇറ്റ്സ് ബാങ്ക് ലോക്കേഴ്സ് ബട്ട് ഇൻ ഇറ്റ്സ് പ്രൈമറി സ്കൂൾസ്. ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് ഉൾക്കൊള്ളുന്നത് അതിൻ്റെ ബാങ്ക് ലോക്കറുകളിലല്ല, മറിച്ച് അതിൻ്റെ പ്രൈമറി സ്കൂളുകളിലാണെന്ന് APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്. ശരിയാണ്, ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് അവിടുത്തെ യുവതലമുറയാണ്. ആ യുവതലമുറയുടെ ഊർജം എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസമാണ്. ആ ഒരു വിദ്യാഭ്യാസം നുകരുന്നതിന് വേണ്ടി ഇവിടെ പഴുതുയർത്തിയ ഈ മഹത്തായ സമ്പ്രദായം നമുക്കറിയാം. ഏതൊരു നാടിൻ്റെയും സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ മികച്ചതായിട്ടുള്ള ഓരോ ചുവടുവെപ്പുകൾക്കും നമ്മെ സന്നിവേശിപ്പിക്കുന്നത് അതിൻ്റെ ഒരു മഹത്തായ സാമൂഹിക ഒരു പദ്ധതിയാണ് അവിടുത്തെ വിദ്യാലയങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഉറുദു കവിതയും എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. ഇൽമിഹി സേ ഇൻസാനി ഇൻസാനിഹി ജോ ഇൽമിന സീകെ വോ ഹയവാനിഹി. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത് അവൻ്റെ അറിവാണ്, നോളേജാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു വിദ്യാഭ്യാസത്തിന് ഒരു നാടിന് കൊണ്ടുവരാൻ കഴിയുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ വൈയക്തിക ജീവിതത്തിൽ അവൻ്റെ കലയാകട്ടെ അല്ലെങ്കിൽ കായികമാകട്ടെ ഏതൊരു മേഖലയിലും അവൻ്റെ ഉയർച്ചകൾക്ക് അവൻ്റെ ഓരോ ചുവടുവെപ്പുകൾക്ക് ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന ഓരോ ശ്വാസോച്ഛ്വാസങ്ങൾക്കും ആ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ച ആദ്യാക്ഷരങ്ങളുടെ ചുവടുവെപ്പുകൾ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങളൊക്കെ ഓർമ്മയോരങ്ങളിലുള്ള നമ്മുടെ സ്കൂളുകളിലുള്ള ഒരു ബാല്യകാലം, അവിടെ നിന്നുള്ള ഓരോ ബെഞ്ചുകളും അവിടുത്തെ ഓരോ ഡെസ്കുകളും അവിടുത്തെ ഓരോ തൂണുകളും നമുക്ക് ഓരോ കഥകൾ പറഞ്ഞു തരും. കവികളൊക്കെ പറയലുണ്ട്, നെല്ലിക്ക പോലെ മധുര്യമുള്ള ആ ബാല്യകാലം. കാരണം എന്തെന്ന് വെച്ചാൽ ആ ബാല്യകാലത്ത് നമ്മൾ സ്കൂളിലേക്ക് വരുമ്പോൾ യാതൊരു താല്പര്യവുമില്ലാതെ ഒരു ചവർപ്പോടെ കണ്ടിരുന്ന ആ ഒരു കാലം പിന്നീട് കാലങ്ങൾ കഴിയുമ്പോൾ ആ വിദ്യാഭ്യാസത്തിൽ നിന്ന് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഓരോ പാഠങ്ങളും അവിടെ നിന്ന് ലഭിക്കുന്ന ഓരോ അധ്യാപകരുടെ ശാസനകളും കൂട്ടുകാരോടൊത്തുമുള്ള ഓരോ കളികളും പിന്നീട് ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഓരോ പാഠങ്ങളായി മാറുകയാണ്, ഓരോ അധ്യാപനങ്ങളായി മാറുകയാണ്. ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റുന്നതിലേറെ സന്തോഷമുണ്ട്. മെറാക്കി 2K26 എന്ന നാമകരണം ചെയ്തതിൽ വളരെയധികം സന്തോഷം. എന്തുകൊണ്ട് ഈ പേര് തിരഞ്ഞെടുത്തു എന്നത് കേവലം ഒരു നാമം എന്നതിലപ്പുറം മറിച്ചൊരു ദർശനമാണ് ഈ മെറാക്കി 2K26 എന്നുള്ളത്. മെറാക്കി 2K26 എന്നത് ഒരു ഗ്രീക്ക് നാമമാണ്. അതിൻ്റെ അർത്ഥം വരുന്നത് നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്നുള്ളതാണ്. എന്നുകൊണ്ടും 50 പതിറ്റാണ്ടുകൾ 50 വർഷങ്ങൾ പിന്നിട്ട ഈ ഒരു വിദ്യാലയത്തിൻ്റെ ഈ ഒരു പരിപാടിക്ക് യോജിച്ചൊരു പേരാണ്. കാരണം ഇവിടുത്തെ അധ്യാപകരുടെയും ഇവരുടെ ഒരു നാട്ടുകാരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും അവരുടെ അധ്യാപനങ്ങളും ഈ ഒരു നാടിനെ സമർപ്പിച്ച
ഒരു വിദ്യാപരമായിട്ടുള്ള വെളിച്ചവും തെളിച്ചവും ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ സാംസ്കാരികവും സാമൂഹികമായ ജീവിതത്തിൽ ഇതിനകം സന്നിവേശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വിദ്യാലയത്തിൽ പഠിച്ച നിങ്ങൾ ഓരോരുത്തരും ഈ വിദ്യാലയത്തോടുള്ള കടപ്പാടും അതുപോലെ തന്നെ അതിനോടുള്ള കൃതജ്ഞതയും ജീവിതത്തിൽ എന്നും നിലനിർത്തണമെന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ വേദി നമ്മുടെ കൊച്ചു പ്രതിഭകളെ ആദരിക്കാൻ വേണ്ടി വഴിമാറുകയാണ്. ആത്മാവ് തൊട്ട 50 ആണ്ടുകൾ എന്ന ടാഗ് ലൈനിൽ മെറാക്കി 2K26 എന്ന നാമധേയം ചെയ്ത നഷ്വാൻ ചെറുകോടിനുള്ള PTMLPSന്റെ സ്നേഹം നൽകാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PK മുസക്കുട്ടി സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. രണ്ടായിരത്തി 24-25 അധ്യയന വർഷത്തിലെ നമ്മുടെ LSS വിജയികൾ രാംദേവിനെയും നജീബയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവർക്കുള്ള ഉപഹാരം നൽകുന്നതിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PK മുസക്കുട്ടി സാഹിബിനെ സാദരം ക്ഷണിക്കുന്നു. നജീബ, രണ്ടായിരത്തി 25-26 അധ്യയന വർഷത്തിലെ മികച്ച വിജയത്തിന് PTMLPSന്റെ PTA നൽകുന്ന ആദരം, മികച്ച പ്രകടനത്തിന് ഹസ്ലിനുള്ള ആദരം പ്രധാനാധ്യാപകൻ E. അരീഷ് നൽകുന്നു. ഹസ്ലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. PTMLPSന്റെ തനത് കിസ് പരിപാടി. ഈ വർഷം നമുക്ക് കിസ് പരിപാടികളിൽ വളരെ മുന്നിൽ എത്താൻ സാധിച്ചതിന് പിന്നിലുള്ള പ്രയത്നം ഡെയിലി കിസ് എന്ന നമ്മുടെ മെഗാ കിസ്. അതിലെ ആദ്യ 3 വിജയികൾക്കുള്ള സമ്മാന വിതരണം നടത്തുകയാണ്. സമ്മാന വിതരണം നടത്തുന്നതിനായി നമ്മുടെ ചെയർമാൻ ശ്രീ V. ഹംസ സാഹിബിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡെയിലി ക്വിസിൽ 1ാം സ്ഥാനം നേടിയ ഹസ്ലിൻ PK വേദിയിലേക്ക് ആദരം ഏറ്റുവാങ്ങുന്നതിന് ക്ഷണിക്കുന്നു. 2ാം സ്ഥാനം നേടിയ ഹന്ന ഫാത്തിമയ്ക്കുള്ള ഉപഹാരം അംസാക്ക നൽകുന്നു. ഡെയിലി ക്വിസിൽ 3ാം സ്ഥാനം നേടിയ 2ാം ക്ലാസ്സുകാരി ഹിന ഫാത്തിമയെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് നമ്മുടെ ഈ വർഷത്തെ മികച്ച പഠനത്തിൽ മികച്ച പ്രതിഭ തെളിയിച്ച കുട്ടികൾക്കുള്ള സമ്മാന വിതരണമാണ്. ഒന്നാം ക്ലാസ്സിലെ 1ാം സ്ഥാനം നേടിയ ഐസ പർവീൻ P. ഉപഹാരം നൽകുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ T. രാധാകൃഷ്ണനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ഐസ പർവീനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 2ാം സ്ഥാനം നേടിയ ഷെസ ഫാത്തിമ P. 3ാം സ്ഥാനം നേടിയ ഷെൻസ ഫാത്തിമ PK.
രണ്ടാം ക്ലാസ്സിലെ മികച്ച പ്രതിഭകൾക്ക് ആദരം നൽകുന്നതിനായി കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ ശ്രീ എൻ മുഹമ്മദിനെ സാദരം ക്ഷണിക്കുന്നു. മൊമെന്റോ ഏറ്റുവാങ്ങുന്നതിനായി ഒന്നാം സ്ഥാനം 2 പേർ നേടിയിട്ടുണ്ട്. അമാൽ സൈന PK ആൻഡ് ഹിന ഫാത്തിമ M. അമാൽ സൈനയെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹിന ഫാത്തിമ M. രണ്ടാം സ്ഥാനം നേടിയ അനിയ ഫാത്തിമ PK. മൂന്നാം സ്ഥാനം നേടിയ ഫാത്തിമ ഷിഫ NK. മൂന്നാം ക്ലാസ്സിലെ പ്രതിഭകൾക്കുള്ള ഉപഹാരം നൽകുന്നതിനായി PTMLPSന്റെ മാനേജർ സെക്കീന ടീച്ചറെ സാദരം ക്ഷണിക്കുന്നു. ഒന്നാം സ്ഥാനം നേടിയ റൈഹാൻ KT. രണ്ടാം സ്ഥാനം 2 പേർ നേടിയിട്ടുണ്ട്. ഫാത്തിമ ലിയ VP ആൻഡ് ഫാത്തിമ അസ്ന OP. ഫാത്തിമ ലിയ VP, ഫാത്തിമ അസ്ന OP. മൂന്നാം സ്ഥാനം നേടിയ ഷിഫ്ന ഫാത്തിമ KT. നാലാം ക്ലാസ്സിലെ പ്രതിഭകൾക്കുള്ള മൊമെന്റോ നൽകുന്നതിനായി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സഫ്വാനെ സാദരം ക്ഷണിക്കുന്നു. നാലാം ക്ലാസ്സിൽ ഒന്നാം സ്ഥാനം നേടിയത് ഹസ്ലിൻ PK. രണ്ടാം സ്ഥാനം 2 കുട്ടികൾ നേടിയിട്ടുണ്ട്. മെഹറ ഫാത്തിമ P ആൻഡ് ഹന്ന ഫാത്തിമ P. മൂന്നാം സ്ഥാനവും 2 പേർ നേടിയിട്ടുണ്ട്. ഫാത്തിമ സുൽഫത്ത് M ആൻഡ് അനാമിക P. അടുത്തതായി നമ്മുടെ KG വിദ്യാർത്ഥികളിലെ ബെസ്റ്റ് സ്റ്റുഡൻസിനുള്ള മൊമെന്റോ വിതരണമാണ് നടക്കുന്നത്. മൊമെന്റോ നൽകുന്നതിനായി ഗ്രാമപഞ്ചായത്ത് അംഗം നമ്മുടെ 21ാം വാർഡ് നമ്മുടെ KG വിദ്യാർത്ഥികൾക്കുള്ള ബെസ്റ്റ് സ്റ്റുഡൻറ് അവാർഡ് നൽകുന്നതിനായി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി ഷൈനിയെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. റിൻസ മറിയം PK, മുഹമ്മദ് ഫൈസാൻ T, മുഹമ്മദ് സിദാൻ OP, മുഹമ്മദ് സിദാൻ OP. അടുത്ത ഉപഹാരം നൽകുന്നതിനായി ഗ്രാമപഞ്ചായത്ത് അംഗം മുഹമ്മദ് സ്വാലിഹിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മുഹമ്മദ് ഇഷാൽ M, ഇഷാൽ M, ഫാഹിം അബ്ദുള്ള OP, ഫാഹിം അബ്ദുള്ള OP, മുഹമ്മദ് റഹദ് A, മുഹമ്മദ് റഹദ് A, മുഹമ്മദ് സ്വബീഹ് VP, അടുത്തതായി മൊമെന്റോ നൽകുന്നതിനായി പ്രധാന അധ്യാപകൻ E അരീഷിനെ സാദരം ക്ഷണിക്കുന്നു. മൊമെന്റോ നൽകുന്നതിനായി PTA പ്രസിഡന്റിനെ സാദരം ക്ഷണിക്കുന്നു. റിൻഹ S,
എമിൽ ഫൈസാൻ PM, എമിൽ ഫൈസാൻ PM, അലൈന റംഷാദ് C, അടുത്തതായി മൊമെന്റോ നൽകുന്നതിനായി അബ്ദ കെ സാദരം ക്ഷണിക്കുന്നു. അയാന ഫാത്തിമ VP, അയാന ഫാത്തിമ VP, ഫൈസാൻ മുഹമ്മദ് VP, ഫൈസാൻ മുഹമ്മദ് VP, മുഹമ്മദ് ഐസൽ C. അടുത്തതായി ഉപഹാര സമർപ്പണത്തിന് ശ്രീ ബഷീർ ചോലക്കലിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഫാത്തിമ റസ PK, മുഹമ്മദ് യാഷൽ K, മുഹമ്മദ് യാഷൽ K, റിന മെഹറിൻ PK, അടുത്തതായി മൊമെന്റോ നൽകുന്നതിനായി സ്വാഗത സംഘം ട്രഷറർ കൂടിയായ PK അനസിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അജ്വ PK, സാകേത് കൃഷ്ണ C, സാകേത് കൃഷ്ണ C, എമിൻ മറിയം A, ജസ ഫാത്തിമ K. അടുത്തതായി ഉപഹാരം നൽകുന്നതിനായി ജലീൽ മാഷെ സാദരം ക്ഷണിക്കുന്നു. അഫ്വ നഫീസ CP, അഫ്വ നഫീസ CP, അഫ്വ നഫീസ CP, മുഹമ്മദ് റബീഹ് CP, റബാഹ് CP, മുഹമ്മദ് റബാഹ് CP. അടുത്തതായി മൊമെന്റോ നൽകാനായി ഷിഫ്ന ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഫാത്തിമ ഹിദ P, ഫാത്തിമ ഹിദ P, സയൻസ് C. ആദരം ഏറ്റുവാങ്ങിയ പ്രതിഭകൾക്ക് അഭിനന്ദനങ്ങൾ. ഈ സാംസ്കാരിക പരിപാടിക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ നമ്മുടെ സ്വാഗത സംഘം കമ്മിറ്റിയുടെ ട്രഷറർ കൂടിയായിട്ടുള്ള ശ്രീ PK അനസിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമായി അണിനിരന്നിട്ടുള്ള ബഹുമാന്യരെ, ആദ്യമായി അടുത്ത പരിപാടിക്ക് അവതരിപ്പിക്കേണ്ട വിദ്യാർത്ഥികൾ തയ്യാറായി നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. ഞാൻ സുദീർഘമായ ഒരു സ്വാഗത പ്രഭാഷണത്തിന് മുതിരുന്നില്ല. ഇവിടെ നന്ദി പ്രകാശനത്തിന് മുതിരുന്നില്ല. സ്വാഗത പ്രഭാഷണം തൊട്ട് ഇതുവരെയുള്ള നമ്മുടെ നേതാക്കന്മാരും വിശിഷ്ടാതിഥികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, ചരിത്രവും അതിൻ്റെ നിലവിലുള്ള അവസ്ഥയും സ്കൂളിൻ്റെ പുരോഗമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയുണ്ടായി. ഞാനിവിടെ ഉമ്മർ MLAയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് V. ഹംസ സാഹിബ് എല്ലാവരും പ്രതിപാദിച്ച ഒരു കാര്യം മാത്രം ഒന്നുകൂടി ആവർത്തിച്ച് അവസാനിക്കുകയാണ്. നമ്മുടെ സ്കൂള് 50 വർഷം പിന്നിട്ട് ഒരുപാട് പുരോഗതികൾ നമുക്കുണ്ടായി. ഇനിയും നമുക്ക് സ്കൂളുമായി ബന്ധപ്പെട്ട ഒരുപാട് പുരോഗതികൾ കൈവരിക്കാനുണ്ട്. എല്ലാം തികഞ്ഞു എന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ രൂപീകരിച്ചിട്ടുള്ള ഹംസാക്ക അടക്കമുള്ള ചെയർമാൻ അടക്കമുള്ള ആളുകളോട് ഒരു റിക്വസ്റ്റ് എനിക്ക് വെക്കാനുള്ളത്,
ഈ സ്വാഗത സംഘം കമ്മിറ്റി പിരിച്ചുവിടുന്നതിന് മുമ്പ് ഇതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ ഒന്നിരുന്ന് ആസൂത്രണം ചെയ്ത് തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണമെന്നുകൂടി ആലോചിച്ച് പൊതുജനങ്ങളുമായി പങ്കുവെച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് പോകണം. നമ്മുടെ വിദ്യാലയം അടുത്ത വർഷം അതിൻ്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഇതിൽ നിന്ന് കൂടുതൽ മാറ്റങ്ങൾ നമുക്കുണ്ടാകണം. അതിന് ചർച്ചയാകുന്ന ഒരു വേദിയായി ഈ 50-ാം വാർഷികം അതിന് ഉതകുന്ന ഒരു പുരോഗതിക്ക് നമ്മുടെ സ്കൂൾ എത്തി നിൽക്കേണ്ട ഒരു പ്രാധാന്യം മനസ്സിലാക്കി അതിനെ ഒരു തിരി തെളിയിക്കുന്ന ഒരു ദിവസമായി ഇന്ന് മാറട്ടെ എന്ന് മാത്രം ആശംസിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും ഈ സുവർണ ജൂബിലി സമ്മേളനം വളരെ ഗംഭീരമായിരിക്കുകയാണ്. നമുക്കറിയാം, 2 ആഴ്ചക്കാലമായി ഇതിൻ്റെ പിന്നിലായി നമ്മളെല്ലാവരും ഉള്ളത് നമ്മുടെ സ്കൂളിൻ്റെ സുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ടൊരു പത്രം പ്രസിദ്ധീകരിച്ച അന്ന് മുതൽ വെള്ളിയാഴ്ച ആരംഭിച്ച വിളംബര ജാഥ വളരെ പ്രൗഢഗംഭീരമായിരുന്നു. അതിനുശേഷം ഇന്നലെ 2-3 സെഷനുകളിലൂടെ നമ്മൾ കടന്നുപോയി. ഇന്നും 2-3 സെഷനുകളിലൂടെ കടന്നുപോയി അതിൻ്റെ പൊതുസമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇനി കുറച്ച് കുട്ടികളുടെ കലാപരിപാടികൾ ഇവിടെ അവതരിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് നേരിട്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രഭാഷണത്തിലേക്ക്, എൻ്റെ നന്ദി പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏതായാലും ഇവിടെ ഇന്ന് ഈ സമ്മേളനം ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട മഞ്ചേരി നിയോജക മണ്ഡലം മുൻ MLA അഡ്വക്കേറ്റ് ഉമ്മർ സാഹിബിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ ഇവിടെ എത്തിച്ചേർന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, ഇതിൻ്റെ സ്വാഗത സംഘം ചെയർമാൻ ഹംസാക്ക അടക്കമുള്ള ആളുകൾ വേദിയിലിരിക്കുന്നുണ്ട്. മറ്റുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർമാരുണ്ട്, നമ്മുടെ മുൻ PTA പ്രസിഡൻ്റുണ്ട്, മുൻ PTA പ്രസിഡന്റുമാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്. അവർക്കെല്ലാം ഒറ്റ വാക്കിൽ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെയാണ് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ LED വാള് അടക്കമുള്ള റെക്കോർഡുകൾ ഇവിടെ നമുക്ക് സ്ഥാപിച്ചു തന്നിട്ടുള്ള സ്മാർട്ട് വിഷൻ ചെമ്പ്രശ്ശേരി, റീൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മുന്നിൽ നിൽക്കുന്ന ഹബ്സ ഫിലിം ക്ലബിൻ്റെ മഷ്ഹൂദ് അടക്കമുള്ള സാലിഹ് അടക്കമുള്ള ആളുകളുണ്ട്. നമുക്ക് പരസ്യം നൽകി സഹായിച്ച തച്ചിങ്ങനാട് സർവീസ് സഹകരണ ബാങ്കുണ്ട്, ന്യൂ ഷൈൻ എൻ്റർപ്രൈസസ് ഉണ്ട്, ബെസ്റ്റ് എർത്ത് മൂവേഴ്സ് ഹോളോ ബ്രിക്സ് ഉണ്ട്, ഫ്ലോറാടൈൽ സാനിറ്ററീസ് ഉണ്ട്, പെയിൻമാർട്ട് പാണ്ടിക്കാടുണ്ട്, പന്നിയങ്കര ഗ്രാനൈറ്റ്സ് ഉണ്ട്, ഫ്രെയിംസ് ലാൻഡ്സ്കേപ്പ് പെരിന്തൽമണ്ണയുണ്ട്, ഗൾഫ് ഫോൺ പെരിന്തൽമണ്ണയുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് നമുക്ക് സജ്ജീകരിച്ച് തന്ന സൈനുണ്ട്. അതേപോലെ തന്നെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ടീച്ചേഴ്സ്, അരീഷ് ഉൾപ്പെടെയുള്ള ഹെഡ് മാസ്റ്റർ, പൂർവ്വ അധ്യാപകർ, മേരി ടീച്ചർ അടക്കമുള്ള നമ്മുടെ മേരി ടീച്ചർ നമുക്ക് ആശംസ അറിയിച്ചിട്ടുണ്ട് ഓൺലൈനിലൂടെ. സാമ്പത്തിക സഹായം നൽകി സഹകരിച്ച ഈ നാട്ടിലെ 100ഉം 200ഉം 1000ഉമായി സഹകരിച്ച ആളുകളുണ്ട്. അതുപോലെ തന്നെ വിവിധ സെഷനുകളിൽ എത്തിച്ചേർന്ന് പങ്കെടുത്ത് സംസാരിച്ചവരുണ്ട്. അംഗനവാടി ടീച്ചേഴ്സ്, ഹെൽപ്പേഴ്സ്, അംഗനവാടി കുട്ടികളുടെ കലാപരിപാടികൾ അവതരിപ്പിച്ച പിഞ്ചു കുഞ്ഞുങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, കലാപരിപാടി അവതരിപ്പിച്ച സഹോദരിമാർ, സഹോദരന്മാർ, ടീം പഞ്ചാക്ഷരി, ടീം രുദ്ര, ടീം ധാര, അഭിലാഷാൻ ടീം, ബഹുമാനപ്പെട്ട നമ്മുടെ മാനേജർ അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ വിവിധ സബ് കമ്മിറ്റിയുടെ ആളുകൾ, മെറാക്കി എന്ന ആത്മാവ് തൊട്ട 50 ആണ്ട് എന്ന പേര് നമുക്ക് നൽകിയിട്ടുള്ള നശ്വാനുണ്ട്. അതുപോലെ തന്നെ ഇത് വളരെ വിജയകരമാക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിൻ്റെ സാമീപ്യത്തിൽ എത്തിച്ചേർന്ന കച്ചവടക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, ഡാൻസിൻ്റെ പരിശീലനം ലഭിച്ച ടീച്ചേഴ്സ്, യുണൈറ്റഡ് ക്ലബ്ബ്, NYCC ക്ലബ്ബ്, ടീം മക്കാനി അടക്കമുള്ളവർ, വിളംബര ജാഥയിൽ പങ്കെടുത്ത് അണിനിരുന്നവരുണ്ട്. അനൗൺസറായി നിന്നുള്ള ഷമ്മാസ് ഉണ്ട്, MCV ചാനൽ നവാസ് ഷബീർ അലി ടീമുണ്ട്. മൊത്തത്തിൽ ഒരുപാട് ആളുകളുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു വലിയൊരു പരിപാടി നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. സർവോപരി ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന 3 ദിവസം ഒരു വിശ്രമമില്ലാതെ എല്ലാ സമയത്തും ഈ സ്കൂളിൻ്റെ അങ്കണം ഈ വിളംബര ജാഥ തൊട്ട് വളരെ ഗംഭീരമാക്കി അവിടുത്തെ നാട്ടുകാരാണ്. അവരെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിനന്ദിച്ചുകൊണ്ട് കുട്ടികളുടെ പരിപാടികൾ നടക്കാൻ വൈകുമെന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി യോഗം അവസാനിച്ചതായി അറിയിക്കുക. നൽകുന്നു. നജീബ വി കൂടി വേദിയിലേക്ക് എത്തണം. കഴിഞ്ഞ വർഷം LSS നേടിയ നജീബ വി. നമ്മുടെ കലാപരിപാടികൾ തുടരുകയാണ്. പ്രോഗ്രാം ലിസ്റ്റ് അനുസരിച്ച്